എന്നാൽ അലലിയ അല്പം വ്യത്യസ്തമായ ഒരു അലലിയ പ്രകാശനം എൻ്റെ ഹൃദയത്തിൽ ലഭിച്ചതുകൊണ്ട് അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. എല്ലാം പരിചയമുള്ള വേദഭാഗമാണ്. ആർക്കും അറിയാത്ത ഒരു മർമ്മങ്ങളോ ഭാഗങ്ങളോ ഒന്നും ഞാൻ പ്രസംഗിക്കാറില്ല. ബൈബിൾ സ്റ്റഡികളൊക്കെ എടുക്കുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. ബാക്കിയെല്ലാം പരിചയമുള്ള വേദഭാഗങ്ങളിൽ ആത്മാവ് നമ്മെ അത് നയിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പാകെ ഇന്ന് രാത്രി വായിക്കുന്ന വേദഭാഗം അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യമാണ്. ആക്ട്സ് ചാപ്റ്റർ 8 വേഴ്സ് 39. അവർ വെള്ളത്തിൽ നിന്നും കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോയി. മതി. വളരെ സുപരിചിതമായ ഒരു സംഭവ കഥയിൽ നിന്ന് ഒരു വേദഭാഗം നാം അടർത്തിയെടുത്ത് ധ്യാനിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്ന വിവിധ വിധങ്ങളുടെ അലലിയ ഒരു സൂചന ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് എനിക്ക് നിയോഗമുള്ളത്. വിശ്വസ്തരായി ഈ മണ്ണിൽ ജീവിക്കണം, അഥവാ ഈ മണ്ണ് വിട്ട് അക്കരെ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട ദൈവിക അല്ലെങ്കിൽ വെൽക്കം സ്പീച്ച് എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് നന്ദിയും സ്വാഗതവും ഒക്കെ പറഞ്ഞത് ഈ മണ്ണിലൊക്കെ നമുക്ക് ലഭിച്ച നന്ദിക്കായി സ്തോത്രം. ചിലരുടെ പേരെടുത്ത് പറഞ്ഞില്ല, വിഷമിക്കൊന്നും വേണ്ട, അതെല്ലാം ഈ മണ്ണുകൊണ്ട് അവസാനിക്കുന്നതാണ്. അലലിയ നമുക്ക് യഥാർത്ഥ അലലിയ വെൽക്കം കിട്ടുന്നതെന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ പടിവാതിക്കൽ എത്തുമ്പോഴാണ്. അവിടെ അലലിയ പ്രസിഡൻറ്റും സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും സൂപ്രണ്ടും ഓവർസിയർ എന്നൊന്നും പറഞ്ഞല്ല അവിടെ സ്വീകരിക്കേണ്ടത് ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ഇതിനപ്പുറത്ത് ഒരു ടൈറ്റിലും അവിടെ ഇല്ല. ഇതിനപ്പുറത്ത് ആർക്കും ഒരു പേരും പെരുമയും ഇല്ല. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എൻ്റെ സന്തോഷത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നൊരു വെൽക്കം മാത്രമേ നമുക്കവിടെ ലഭിക്കത്തുള്ളൂ. അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലാണ് നാം. അതിനുവേണ്ടിയാണ് നാം ആവോളം അധ്വാനിക്കുന്നത്. സ്തോത്രം. ആ വിശ്വസ്തരായി നമ്മെ മാറ്റുവാൻ പ്രാപ്തരാക്കുന്നത് സ്വയം കഴിവ് കൊണ്ടോ സ്വയം മിടുക്ക് കൊണ്ടോ അറിവ് കൊണ്ടോ ഒന്നും നമുക്ക് വിശ്വസ്തത ഭൂമിയിൽ കാഴ്ചവെക്കുവാൻ കഴിയാത്തത് കൊണ്ട് ദൈവം തൻ്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവാം ദൈവത്തെ നമ്മോടുകൂടെ വസിക്കുവാനും നമ്മോടുകൂടെ നടക്കുവാനും നമ്മെ നയിക്കുവാനും നിയന്ത്രിക്കുവാനും ഈ മണ്ണിലേക്ക് അയച്ചു തന്നു. പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് വിശ്വസ്തതയുടെ ജീവിതം കാഴ്ചവെക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ആത്മനിയന്ത്രിതമായ ആത്മനിയോഗമുള്ള ഒരു ജീവിത ശൈലി നാം കെട്ടിപ്പടുക്കണം എന്ന ചിന്തയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇവിടെ വായിച്ച വേദഭാഗം അലലിയ പരിശുദ്ധാത്മാവിൻ്റെ വചനം ഒരു ദൈവദാസൻ പങ്കുവെച്ചപ്പോൾ ഒരുവൻ്റെ ഹൃദയത്തിനകത്ത് മഹാസന്തോഷമുണ്ടായി. അവൻ തൻ്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോയത് വന്നതുപോലെയല്ല, ആത്മസന്തോഷത്തോടെ മടങ്ങി. വചനം പറഞ്ഞവനെ ആത്മാവിൽ ദൈവം എടുത്തുകൊണ്ടുപോയി. ഈ രണ്ട് അല്ലെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കുറിച്ചു വെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒന്ന്, ഈ മണ്ണിൽ നിങ്ങളുടെ യാത്ര ആത്മനിറവോടും ആത്മസന്തോഷത്തോടും കൂടി ആയിരിക്കണം. ഈ മണ്ണ് വിട്ടു പോകുന്നത് ആത്മാവ് നമ്മെ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും. സ്തോത്രം. അത് ഇന്ന് രാത്രികാലം ഈ രണ്ട് ചിന്തകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഈ മണ്ണിൽ ദൈവം തരുന്ന ഈ 50, 60, 70, 80, 90 അതാ അനുവദിച്ച് കിട്ടിയാൽ 100 അതിനപ്പുറത്തോ പോയിക്കൊള്ളട്ടെ. ആത്മനിറവിലും ആത്മസന്തോഷത്തിലും ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയും. രണ്ട് അലലിയ കല്ലറയ്ക്കപ്പുറത്തൊരു ചലിക്കുന്ന ജീവിതം എനിക്കുണ്ട്. ഈ കല്ലറ വിട്ടെന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ മേലുണ്ട് എന്ന വെളിപ്പാടോടെ ജീവിപ്പാൻ ഇന്ന് രാത്രി ഭക്തന്മാർ തയ്യാറാകട്ടെ. അപ്പോസ്തലപ്രവൃത്തി വേദപുസ്തകത്തിൻ്റെ അലലിയ പുതിയ നിയമത്തിൻ്റെ ചരിത്ര പുസ്തകമാണ്. 4 സുവിശേഷങ്ങളിൽ എന്തിനായി 4 സുവിശേഷം എന്നൊക്കെ നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു സുവിശേഷത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളായിരുന്നു. 4 പേർക്ക് ജോലി കിട്ടാൻ വേണ്ടി ഒന്നുമല്ല 4 സുവിശേഷം കൊടുത്തത്. അല്ലെങ്കിൽ ഒരേ സംഭവങ്ങൾ ആവർത്തിച്ചൊക്കെ എഴുതിയിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് അതിൻ്റെ പിന്നിലും ഒരു ഉദ്ദേശമുണ്ട്. അതിൻ്റെ വിശദ പഠനമല്ലല്ലോ. സുവിശേഷങ്ങളിൽ ക്രിസ്തുവിൻ്റെ അലലിയ ജഡാവതാരത്തെക്കുറിച്ച് വ്യക്തമാക്കി, ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞ്, ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട ആത്മീക അനുഗ്രഹങ്ങളുടെ കൂമ്പാരവും ക്രിസ്തുവിനെ പിൻപറ്റിയവരുടെ മനസ്സുമൊക്കെ നമുക്ക് വിവരിച്ചു തന്നിട്ട് പെട്ടെന്നൊരു ട്രാൻസിഷനാണ്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും പുനരുത്ഥാനത്തോടും കൂടെ ഹല്ലേലൂയ ഒരു പുതിയ ഒരു തലത്തിലേക്ക് ആ കൂട്ടം, ഞാൻ 6 ദിവസം ഓർപ്പിച്ച ദൈവസഭയുടെ ഒരു അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ചരിത്രത്തിൽ നിന്ന്, യഹൂദ തൽമൂദുകളിൽ നിന്ന്, ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് ആത്മാവിൻ്റെ നടത്തിപ്പിലേക്കാണ് ദൈവസഭയുടെ ഇനിയുള്ള യാത്ര. ന്യായപ്രമാണത്തിൻ്റെ കെട്ടിൽ നിന്ന് ജീവൻ്റെ തുടുപ്പിലേക്കാണ് ദൈവസഭയുടെ യാത്രയെന്ന്
ജനത്തിന് ബോധ്യം വരുത്തുന്ന ചരിത്ര സംഭവങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി. ഗ്രീക്ക് ഭാഷയിൽ പ്രവൃത്തികളെന്ന്, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെന്ന് അതിൻ്റെ തലക്കെട്ടിൽ ഉണ്ടെങ്കിലും ഗ്രീക്ക് ഭാഷയിൽ പ്രാക്സൈസ് അല്ലെങ്കിൽ പ്രാക്ടീസ് എന്നൊക്കെ പറയുന്ന പോലെ പ്രാക്സൈസ് എന്നൊരു പദമാണ്. പ്രാക്സൈസ് എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അല്ലെങ്കിൽ മഹാന്മാരുടെ പ്രവൃത്തികൾ, ചെയ്തികൾ എന്നാണ്. മഹാന്മാരുടെ പ്രവൃത്തികൾ. അപ്പോസ്തല പ്രവൃത്തിയിൽ ഏത് മഹാനാ ഉള്ളത്? ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പേരും അഡ്രസ്സും ഉള്ള മഹാന്മാരൊന്നും അവിടെ ഇല്ല. പക്ഷേ ദൈവം ചിലരെയൊക്കെ മഹാന്മാരാക്കി. അതാ അതിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇന്ന് രാത്രികാലം ആത്മാവ് തൊട്ടത് കൊണ്ട് മാത്രമേ എന്തെങ്കിലും മാന്യത നമുക്കുള്ളൂ. ഹല്ലേലൂയ. സ്വർഗം കൈപിടിച്ചുയർത്തത് കൊണ്ട് ഇസ്രായേലിൻ്റെ അരജൻ ഒരിക്കലും ഇങ്ങനെ പാടി, ഹല്ലേലൂയ, തലയിൽ പൊൻകിരീടമുണ്ട്, കയ്യിൽ ചെങ്കോലുണ്ട്, ഇരിക്കുന്നത് സിംഹാസനത്തിലാണ്, ധരിച്ചിരിക്കുന്നത് രാജാവിൻ്റെ ആഡംബര വസ്ത്രമാണ്, ഇടത്തും വലത്തും ഹല്ലേലൂയ രാജാവിൻ്റെ കിങ്കരന്മാരും തോഴന്മാരും തോഴികളും ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഇരുന്നു കൊണ്ട് ഹൃദയത്തിൽ കൂടെ താൻ ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ, ഞാൻ ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ അവസ്ഥ. ചേറിൻ്റെ മണമുള്ള ഒരു പാരമ്പര്യം എനിക്കുണ്ട്. 40-ാം സങ്കീർത്തനത്തിൽ താൻ കുത്തിക്കുറിച്ചു, ഞാൻ ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു. അവിടെ നിന്ന് ദൈവം എന്നെ പിടിച്ചു കയറ്റി പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. എൻ്റെ വായിലൊരു പുതിയ പാട്ട് തന്നു. ആ പാട്ടിന് മറ്റൊരർത്ഥമില്ല, ദൈവത്തിന് സ്തുതി തന്നെ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ ഭക്തന്മാരും വിളിച്ചു പറഞ്ഞാട്ട്, എനിക്കും അങ്ങനെ ഒരു ചരിത്രമുണ്ട്. കുഴഞ്ഞ ചേറിൻ്റെ, പാപത്തിൻ്റെ കുഴഞ്ഞ ചേറിൻ്റെ, അല്ലെങ്കിൽ ശാപത്തിൻ്റെ കുഴഞ്ഞ മണ്ണിൻ്റെ ഗന്ധമുണ്ടായിരുന്ന എന്നെ ആ കുഴിയിൽ നിന്ന് കയറ്റിയിട്ട് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പുള്ള ചൂട് വെച്ചിട്ട് എൻ്റെ അതിരത്തിൽ പുത്തൻ പാട്ട് തന്ന് ആ പാട്ടാ ഞങ്ങൾ പാടുന്നത്. ഞങ്ങളുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഹാലല്ലോ. അത് മറന്നൊരു ജീവിതം നമുക്ക് വേണ്ട. പഴയത് മറക്കുന്നവരാണ് നമ്മളൊക്കെ. പെട്ടെന്ന് നമ്മൾക്ക് ഈ മറവി നല്ലതാണ്, മറവിയൊക്കെ നല്ലതാണ്. പക്ഷെ പഴയത് വന്ന വഴികൾ മറക്കാത്തതാണ് നല്ലത്. നമ്മെ ഒരു പ്രാവശ്യമെങ്കിലും കൈപിടിച്ച് സഹായിച്ചവരെ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾക്കതിൽ ഒരു ദിറംസെങ്കിലും തന്ന് നിങ്ങളെ അനുഗ്രഹിച്ചവരെ നിങ്ങൾ മറന്നു പോകരുത്. ജീവിത സാഹചര്യങ്ങളിൽ നാം കെട്ടിപ്പടുക്കുന്ന സിംഹാസനങ്ങൾക്കപ്പുറത്ത് നമുക്ക് വേണ്ടി ഒത്തിരി ചവിട്ടിപ്പടികൾ ഒരുക്കി അനേകരുണ്ട്. അല്ലെ, ജന്മം തന്ന പിതാവിനെ മറക്കരുത്, ഉദരത്തിൽ വഹിച്ച മാതാവിനെ മറക്കരുത്, കൂടെ വളർന്ന സഹോദരങ്ങളെ മറക്കരുത്. 5 സെന്റിനും 10 സെന്റിനും 20 സെന്റിനും വേണ്ടി അല്ലെങ്കിൽ അടിയും വഴക്കുമുണ്ടാക്കി കത്തിക്കുത്തുമൊക്കെ ഉണ്ടാക്കി മരണമല്ല മറ്റുള്ളവനെ കൊന്നൊടുക്കുന്ന സമൂഹത്തിൽ പെന്തിക്കോസ്തുകാരനെങ്കിലും ആത്മീയനെങ്കിലും വന്ന വഴി മറക്കരുത്. കൂടെ വളർന്നവരെ, കൂടെ പിറപ്പുകളെ, കൂടെ ആരാധിച്ചവരെ, കൈത്താങ്ങൽ തന്നവരെ, ഒരിക്കലെങ്കിലും നിങ്ങളുടെ പേര് പറഞ്ഞു പ്രാർത്ഥിച്ചവരെ, നിങ്ങളെ സഹായിച്ചവരെ ജീവിതയാത്രയിൽ മറന്നു പോകരുത്. മറന്നാൽ അത് അനീതിയാണ്. അല്ല, ലാബാന്റെ സ്വഭാവമാണ്. ആരംഭത്തിലൊക്കെ ആലിംഗനം ചെയ്ത് ആശ്ലേഷിച്ച് കെട്ടിപ്പിടിച്ച് മകനെ മരുമകനെ എന്നൊക്കെ വിളിക്കും. പക്ഷെ കുറെ കഴിയുമ്പോൾ വിയർപ്പിന് കണക്ക് പറഞ്ഞ് വില പറഞ്ഞിട്ട് ഹല്ലേലൂയ വല്ലപ്പോഴുമൊക്കെ അവനെ ആക്ഷേപിക്കുന്ന രീതിയിൽ അവൻ്റെ പ്രതിഫലം മാറ്റുന്ന നന്ദികേടിൻ്റെ പ്രതീകമായി അരാമി ശക്തികളായ ലാബാൻ നിൽക്കുമ്പോൾ ആത്മീയൻ എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം ഹല്ലേലൂയ, യാതൊരു മഹത്വവും ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ. അപ്പോസ്തല പ്രവൃത്തിയെ നമുക്ക് രണ്ടായി തിരിക്കാം. 2 മഹാന്മാരുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി. അതിൻ്റെ പിൻബലം അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സൂര്യനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ചേർന്ന് സൗരയുധം എന്ന് പറയുന്ന പോലെ 2 മഹാന്മാരുടെ ജീവിത പ്രവൃത്തികളാണ് അപ്പോസ്തല പ്രവൃത്തി. 1 മുതൽ 12 വരെ ഹല്ലേലൂയ യാതൊരു വിദ്യാഭ്യാസമില്ലാത്ത, യാതൊരു പരിജ്ഞാനമില്ലാത്ത, അറിവില്ലാത്ത, യഹൂദൻ എന്ന അഭിമാനമുണ്ട് അപ്പോൾ തന്നെ, ലോകപ്രകാരം മറ്റുള്ളവരുടെ കണ്ണിൽ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന ശീമോൻ എന്ന പത്രോസിനെ കൈപിടിച്ചുയർത്തിയിട്ട് ഒരു മഹാനാക്കിയ ദൈവപ്രവൃത്തിയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ 12 വരെയുള്ള ചരിത്രം. ആ ചരിത്രം നിങ്ങൾക്ക് തരുന്ന പാഠം ഇതാണ്: ആരെയും ദൈവം ഉപയോഗിക്കും, ആരെയും ദൈവം പ്രയോജനപ്പെടുത്തും. കാട്ടത്തിപ്പഴം പെറുക്കി നടക്കുന്നവനെയും ആട് വേയിച്ച് നടക്കുന്നവനെയും ഹല്ലേലൂയ കാട്ടത്തിയുടെ മുകളിലിരിക്കുന്നവനെയും കാട്ടത്തിയുടെ കീഴിലിരിക്കുന്നവനെയും വലയെറിയുന്നവനെയും വല നന്നാക്കുന്നവനെയും ഹല്ലേലൂയ ഒക്കെ ഒരുപോലെ വിളിച്ചു വരുത്തിയിട്ട് തൻ്റെ അഭിഷേകത്തിൻ്റെ നിറവ് കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് മഹാനാക്കി മാറ്റുന്ന ദൈവകൃപയുടെ അളവറ്റ വലിപ്പത്തെ ഇന്ന് രാത്രി എത്ര പേർ നന്ദിയോടെ ഓർത്ത് സ്തോത്രം ചെയ്യും? ആരും ദൈവരാജ്യത്തിന് അന്യരല്ല, ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരാക്കി മാറ്റുവാൻ
മനുഷ്യർ എഴുതിക്കളഞ്ഞവനെ, തള്ളിക്കളഞ്ഞവനെ, മനുഷ്യൻ പുറകോട്ട് മാറ്റി നിർത്തിയവനെ, പ്രയോജനമില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയവനെ, നിന്ദിച്ചു മാറ്റിയവനെ കൈപിടിച്ച് ആലിംഗനം ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് മുമ്പന്തിയിൽ കൊണ്ടുവരുന്ന അത്യുന്നതൻ്റെ വിശിഷ്ട പദ്ധതികളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഭാഗമായി മാറുവാൻ ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്കും അവസരം തന്നു. ഏതെല്ലാം ജീവിതയാത്രയിൽ തിരസ്കരണമോ അല്ലെങ്കിൽ നിന്നയോ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, പുറകോട്ട് ആരെല്ലാം ചേർന്ന് 100 പേർ ചേർന്ന് നിങ്ങളെ പുറകോട്ട് തള്ളി മാറ്റിയാലും നിങ്ങളെ അവിടെ നിന്ന് പൊട്ടിമുളയ്ക്കുന്നത് പോലെ മുന്നിൽ കൊണ്ടുതരുവാൻ കരുത്തനായവൻ ഒരുവൻ കരത്തിന് പിടിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള എത്ര പേർ ഇന്ന് രാത്രി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും? ഹല്ലേലൂയ. അത് ജീവിതത്തിലാണെങ്കിലും ശുശ്രൂഷയിലാണെങ്കിലും ഈ മണ്ണിലും വരുവാനുള്ള ലോകത്തിലും തൻ്റെ ദൈവത്തെ, തൻ്റെ ധനത്തെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമത്തെ ചരിത്രം അപ്പോസ്തലപ്രവൃത്തി 13 മുതൽ 28 വരെയുള്ള ചരിത്രമാണ്. 9-ാം അധ്യായത്തിൽ അത് തുടങ്ങുന്നുവെങ്കിലും ബുദ്ധിയും വിവരവും കഴിവും അറിവും ജ്ഞാനവും ഉണ്ടായിരുന്ന ഒരുവൻ്റെ ബുദ്ധി അഫലമാക്കിയിട്ട് ഒരു ഭോഷനെ പോലെ ദൈവരാജ്യത്തിന് വേണ്ടി ഓടിച്ച ഒരു ചരിത്രമാ രണ്ടാമത്തെ ചരിത്രം. അത് മറ്റാരുമല്ല, ദൈവസഭയ്ക്ക് ദൈവം നൽകിയ അപ്പോസ്തലനായ പൗലോസിൻ്റെ ചരിത്രം. ബുദ്ധിയില്ലാത്ത, കഴിവില്ലാത്ത, ജ്ഞാനമില്ലാത്ത, അറിവില്ലാത്തവനെ അറിവും ജ്ഞാനവും വിവേകവും കൊടുത്ത് മഹാനാക്കുകയും അറിവും ജ്ഞാനവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നുവെന്ന് ഹല്ലേലൂയ ഫെസ്തോസും ഫെലിക്സും ഒക്കെ പറയത്തക്കവണ്ണം അത്രമാത്രം അറിവുണ്ടായിരുന്നവൻ്റെ ഈ ലോകത്തിൻ്റെ ബുദ്ധിയെ അഫലമാക്കിക്കൊണ്ട് സ്വർഗീയ മർമ്മങ്ങളുടെ കലവറ തൻ്റെ തലച്ചോറിൽ കുത്തി നിറച്ച ചരിത്രമാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ അടുത്ത ചരിത്രം. അത് ഇന്ന് രാത്രി കഴിവുള്ളവനെയും കഴിവില്ലാത്തവനെയും ഒരുപോലെ ഉപയോഗിച്ച് ഒരേ നിലവാരത്തിൽ പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുന്ന ദരിദ്രന്മാരെ കുപ്പയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അല്ലെങ്കിൽ ദൈവസഭയ്ക്കകത്ത് ഒരേ സ്ഥാനം തരുന്ന അത്യുന്നതന് സ്തോത്രം. ഹല്ലേലൂയ. ആരാ വലുത്? പത്രോസാണോ വലുത്? പൗലോസാണോ വലുത്? രണ്ടുപേരും ഒരുപോലെ തുല്യരാക്കി മാറ്റിയത്, അതിനവരെ പ്രാപ്തമാക്കിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. നമ്മെ ഒന്നാക്കി മാറ്റുന്നത്, ഒരേ സ്വഭാവമുള്ളവരാക്കി മാറ്റുന്നത്, ഒരേ രൂപമുള്ളവരാക്കി മാറ്റുന്നത്, ഒരേ ഭാവമുള്ളവരാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുടെ ചരിത്രമാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ ചരിത്രം. 28 അധ്യായത്തിൽ നിന്നും ഓരോ വാക്യമെങ്കിലും പറഞ്ഞിട്ട് 28 കാര്യം പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ 28 കാര്യം പറഞ്ഞാലല്ല നമ്മൾ ഈ നാട്ടിലെങ്ങും നമുക്ക് ഉടനെങ്ങും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതെല്ലാം വിട്ടിട്ട് ഞാൻ ഓടി വരികയാണ്. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലേക്ക് നാം ഓടി വരുന്നു. 8-ാം അധ്യായം സംഭവ ബഹുലമായ ഒരു ചരിത്രമാണ്. എത്യോപ്യ എന്ന മണ്ണിലേക്ക് സുവിശേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കിയപ്പോൾ അതിനുവേണ്ടി ദൈവം ഒരുക്കിയെടുത്ത കരുത്തനായ ഒരു മനുഷ്യൻ്റെ പേരായിരുന്നു ഹല്ലേലൂയ സുവിശേഷകനായ ഫിലിപ്പോസ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ EVG എന്ന് വെക്കും. ഇവാഞ്ചലിസ്റ്റ്. എൻ്റെ കൂട്ടത്തിലുണ്ടേ ഇവാഞ്ചലിസ്റ്റ്. നമ്മുടെ സഭയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യമേ കുറേ നാൾ ഇവാഞ്ചലിസ്റ്റ്, പിന്നാണ് എന്ത് കിട്ടുന്നത്? ഇവരാ പറഞ്ഞു, ഞാനല്ല പറഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ റവറണ്ട്, പാസ്റ്റർ, ഇങ്ങനെ മേളോട്ട് പോകുന്നത്. പക്ഷേ വേദപുസ്തക പ്രകാരം ഹല്ലേലൂയ ഈ പാസ്റ്ററുടെയൊക്കെ മേളിലാണ് സുവിശേഷകൻ. സ്വത്രം എന്ന് പറഞ്ഞാട്ട് അത് IPC, ഞാൻ മിഡ് വെസ്റ്റ് റീജിയൻ്റെ പ്രസിഡന്റ്. അപ്പോൾ IPC മിഡ് വെസ്റ്റ് റീജിയൻ ആണെങ്കിലും IPC UA റീജിയൻ ആണെങ്കിലും ഹല്ലേലൂയ ചർച്ച് ഓഫ് ഗോഡിൻ്റെ റീജിയൻ ആണെങ്കിലും അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും ഹല്ലേലൂയ പാസ്റ്റർ, ഇവാഞ്ചലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ അന്നും ഇന്നും നന്മ സുവിശേഷിക്കുന്നവരുടെ കാല ഏറ്റവും വലിയ മനോഹരം. എടുത്തു വെക്കുന്ന റൈറ്റും റവറണ്ടും ഹല്ലേലൂയ പാസ്റ്ററും ഒക്കെ ഈ മണ്ണിലെ പദവികളാ. സ്വർഗം വെച്ചിരിക്കുന്ന പദവി എൻ്റെ ദാസൻ. ഹല്ലേലൂയ. എൻ്റെ ദാസൻ എന്ന പേരിനപ്പുറത്ത് നമുക്കൊരു പദവിയില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദാസനെ, എൻ്റെ ദാസിയെ, ഇതിനപ്പുറത്തൊരു പദവി നമ്മൾക്കില്ല. ക്രിസ്തു നിമിത്തം നാം പ്രാപിച്ച ഏറ്റവും വലിയ ടൈറ്റിൽ എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ ദാസൻ. ഹല്ലേലൂയ. ഫിലിപ്പിയ പട്ടണത്തിൽ കൂടി അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി ഹല്ലേലൂയ വിളിച്ചു പറയുന്ന അപ്പോസ്തലനായ പൗലോസിനെയും തൻ്റെ സഹചാരിയായിരുന്ന ശീലാസിനെയും പിശാച് പിടിച്ച ആ സ്ത്രീ പോലും വിളിച്ചത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരെ എന്നാണ്. സ്തോത്രം.
ഞാനൊരിക്കൽ ഡാളസ് പട്ടണമാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പെന്തക്കോസ്ത് സഭകളുള്ളത്. ലൈവ് പോകുന്നുണ്ട്, അജി സൂക്ഷിച്ചോണം. അപ്പം അങ്ങനൊരു പട്ടണമാണ്. 65 സഭ. ഞാനവിടെ പാസ്റ്റായിരിക്കുന്ന സമയത്ത് ഏതാണ്ട് 48 സഭയുണ്ടായിരുന്നു. 68-70 സഭകളുണ്ട്. ധാരാളം അംഗങ്ങളുള്ള സഭകളാണ്. അവിടെ ഇതുപോലൊരു UPF പോലൊരു PYCD എന്ന് പറയുന്ന ഒരു സംയുക്ത സംരംഭമുണ്ട്. എല്ലാവരോടും ചെന്ന് സഭായോഗത്തിനൊരു 3000-4000 പേരൊക്കെ വർഷത്തിലൊരിക്കൽ കൂടാറുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഞാനതിൻ്റെ പ്രസിഡൻ്റായിരുന്നൊരു കാലഘട്ടമാണ്. അപ്പം കർത്താവിൻ്റെ തിരുമേശ കൊടുക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്. 10-70 പേരുടെ പേരാണ് ഇട്ടിരുന്നത്. അപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വായിച്ചിങ്ങനെ കർത്തൃമേശ കൊടുക്കുന്ന ദൈവദാസന്മാരുടെ പേരല്ല ഇങ്ങനെ വായിച്ചു വന്നു. വായിച്ചൊക്കെ വന്നിട്ട് 70 പേരുടെ പേര് ഞാൻ വായിച്ചു ജോസ് പാസ്റ്റർ താങ്ക് യു. പേരൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ ഇത്ര വലിയ ഓഡിറ്റോറിയമാണ് അല്ലല്ലേ, അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് അതിലേക്കൂടെ വരുന്നുണ്ട്. ഞാൻ ഓർത്തു അല്ല എന്തെങ്കിലും ആവശ്യത്തിന് വരുന്നതാണ്. എൻ്റെ ചെവി വന്ന് പറഞ്ഞു, ഞാൻ ബ്രദറല്ല, ഞാൻ പാസ്റ്ററാണ്. ഞാൻ ഈ അനൗൺസ് ചെയ്ത കൂട്ടത്തിൽ പാസ്റ്റർക്ക് പകരം ബ്രദർ എന്ന് പറഞ്ഞു പോയി. അതുകൊണ്ട് പുള്ളി അവിടെ ഇത്രയും ദൂരം നടന്ന് ഹല്ലേലൂയ ഇവിടെ വരെ വന്നിട്ട് എൻ്റെ ചെവി വന്ന് പറഞ്ഞു, ഞാൻ ആരല്ല, ബ്രദറല്ല, പാസ്റ്ററാണ്. ഇദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു, ആ പോകുന്നത് ബ്രദറല്ല, ആ പോകുന്നത് പാസ്റ്ററാണെന്ന്. അപ്പോൾ അതോടെ അന്ന് എനിക്ക് ഇത്രയൊരു 15 വർഷം മുമ്പുള്ള ചരിത്രം ഇത്രയും പക്വത ഒന്നും ഇന്നാണ് ഞാനത് പറയത്തില്ല. കാരണം ഇത്രയും പക്വത പ്രായമാണല്ലോ നമുക്ക് ഈ പക്വത തരുന്നത്. അന്നത്തെ ആവേശത്തിന് അങ്ങനെ പറഞ്ഞു. അത് പുള്ളിക്ക് വിഷമമായി കാണും. ശരിയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം പാസ്റ്ററെ ബ്രദറെ എന്ന് വിളിച്ചാൽ ആകാശം ഇടിഞ്ഞു പോകും. ഹല്ലേലൂയ. ബാംഗ്ലൂർ പട്ടണത്തിലാണ് ഞാൻ വളർന്നത്. ബാംഗ്ലൂർ പട്ടണത്തിൽ ഹല്ലേലൂയ സഭയുടെ നേതാക്കന്മാരും ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രദറെ എന്നാണ് വിളിക്കുന്നത്. ബ്രദർ ജോർജ്, ബ്രദർ തോമസ് എന്നാണ് വിളിക്കുന്നത്. ആർക്കും ഇതുവരെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നാം ക്രിസ്തുവിൽ സഹോദരി സഹോദരന്മാർ. അപ്പോൾ തന്നെ മാനം കൊടുക്കേണ്ടവർക്ക് മാനം കൊടുക്കണം, ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണമല്ലേ. അതുകൊണ്ട് ഇന്ന് നാളെ തൊട്ട് എല്ലാ പാസ്റ്റർമാരും കയറി ബ്രദറെ എന്ന് വിളിച്ചു കളയല്ലേ. ഷൂപ്പാസ് വന്ന് പറഞ്ഞിട്ട് പോയി, പാസ്റ്റർമാരെ എല്ലാം കയറി ബ്രദറെ എന്ന് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നാളെ കയറി വിളിച്ചേക്കരുത്. സ്തോത്രം ഹല്ലേലൂയ. അവരവർക്ക് കൊടുക്കേണ്ട മാനവും ബഹുമാനം കൊടുക്കണം, പിടിച്ചു വാങ്ങരുതെന്ന് മാത്രം. ഹല്ലേലൂയ. ബഹുമാനങ്ങൾ പിടിച്ചു വാങ്ങേണ്ടതല്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം സുവിശേഷകനായ ഫിലിപ്പോസ് എന്ന പദത്തിലേക്ക് വരികയാണ്. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലർ 8-ന്റെ 1-ാം വാക്യം ഹല്ലേലൂയ, ശൗലിനെ സ്തേഫാനോസിനെ കുല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. ദൈവസഭയുടെ പീഡയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങിയാണ് അപ്പോസ്തലനായ ഹല്ലേലൂയ ലൂക്കോസ് ഈ ചരിത്രം എഴുതുമ്പോൾ. അവിടെ പറയുന്നു, ചിതറിപ്പോയവർ, ഒരു വലിയൊരു കൂട്ടം ചിതറിപ്പോയി. യെരുശലേമിലെ ദൈവസഭയ്ക്ക് വലിയൊരു പീഡയുണ്ടായി. അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവർ ചിതറിയും അനേക ദേശങ്ങളിലേക്ക് പോയി. ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു പദമാണ് അത്. സ്തോത്രം. അപ്പോസ്തലർ 1:8 ഈ വാക്യവും അധ്യായങ്ങളൊക്കെ 1436 ശേഷമാണ് വാക്യങ്ങളും അധ്യായങ്ങളും ഒക്കെ. പണ്ടിങ്ങനെ ഒറ്റ ചുരുള് പോലെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് വാക്യവും അധ്യായം പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. എന്നാൽ അപ്പോസ്തലർ 1:8 നാം വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്നുള്ള ദൈവത്തിൻ്റെ സ്വപ്നം, ദൈവത്തിൻ്റെ കാര്യസ്ഥൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവമക്കൾക്കും അപ്പോസ്തലന്മാർക്കും എല്ലാം സഭയെല്ലാം കൂടെ യെരുശലേമിൽ തന്നെ അങ്ങ് ഒരുമിച്ചിരുന്നാൽ കൊള്ളാമെന്ന് തോന്നി. നിങ്ങൾക്കും ആഗ്രഹം കാണുമായിരിക്കും അല്ലല്ലോ, എന്നും ഈ ഷാർജ വർഷിപ്പ് സെൻറ്ററിൽ തന്നെ വന്നായിരുന്നെങ്കിൽ. ഇനി ഞാൻ പണക്കാരൊന്നും വന്നതല്ല, മൊത്തത്തിൽ പറഞ്ഞതാ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അങ്ങനെ ഇരുന്നൊരു സൗകര്യമൊക്കെ ആണല്ലോ, ഇടുക്കോ ഇല്ല ഞെരുക്കോ ഇല്ല, ഒക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന്. യെരുശലേമിൽ തന്നെ വട്ടം കൂടി ഇരിക്കുന്ന സമയത്താ ഹല്ലേലൂയ 8:1. 1:8 അനുസരിച്ചില്ലെങ്കിൽ ദൈവസഭയ്ക്ക് കിട്ടുന്ന മറുമരുന്ന 8:1. സ്തോത്രം. ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ക്രൈസ്തവ പീഡയുടെ പിന്നിലെ ഏക ലക്ഷ്യം ദൈവസഭ ഒരു സ്ഥലത്ത് ചടഞ്ഞുകൂടി. 4 ചുവരുകൾക്കുള്ളിൽ 4 പാട്ടും ഒരു സങ്കീർത്തനവും ഒരു പ്രസംഗം കൊണ്ട് ഒതുങ്ങുവാൻ സഭ തീരുമാനിക്കുമ്പോഴാണ് സഭയ്ക്ക് നേരെ ദൈവം ഹല്ലേലൂയ തൻ്റെ ശക്തി അയക്കുന്നത്, പീഡ അയക്കുന്നത്. ദൈവസഭയുടെ ലക്ഷ്യം യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം, സുവിശേഷത്തിൻ്റെ വ്യാപ്തി ഉണ്ടാകണം. ഈ അജുമാൻ ഹല്ലേലൂയ പട്ടണത്തില്, ദുബായ് മുഴുവൻ, UAE മുഴുവൻ യേശുവിൻ്റെ സാക്ഷികളെ ഹല്ലേലൂയ ആയി മാറുവാനുള്ള ഒരു വിളി നിങ്ങളുടെ മേലുണ്ട്. ഒരു സ്ഥലത്തെ ദർശനം കൊണ്ടിരിക്കാതെ സുവിശേഷ ആത്മാവുള്ളവർ ദൈവസഭയിൽ എഴുന്നേൽക്കണം. ഭാരത സുവിശേഷീകരണത്തെ കുറിച്ച് നിങ്ങൾക്ക് സ്വപ്നമുണ്ടായിരിക്കണം. ഇന്ത്യയുടെ ഹല്ലേലൂയ ഓരോ ഗ്രാമങ്ങളിലും യേശുവിനെ കണ്ടുമുട്ടാത്ത ലക്ഷോപലക്ഷമുള്ളപ്പോൾ പെന്തിക്കോസ്തുകാരാക്കുക, സഭയിൽ ആള് കൂട്ടുക എന്ന ലക്ഷ്യമല്ല നമുക്ക്. സ്വർഗരാജ്യത്തിൽ അംഗങ്ങളാക്കി മാറ്റുന്ന ഒരു ദർശനം നമ്മൾക്കുണ്ടാകണം. ഹല്ലേലൂയ. പോകാൻ കഴിവുള്ളവർ പോകണം. ധനം കൊണ്ട് ഹല്ലേലൂയ സഹായിക്കാൻ കഴിവുള്ളവർ സഹായിക്കണം. മുറിക്കുള്ളിൽ മുഴങ്കാൽ മടക്കി ദേശത്തിന്മേൽ വാഴുന്ന ഈ അന്ധകാര ശക്തികളെ ബന്ധിക്കുവാൻ അധികാരമുള്ള അഭിഷിക്തന്മാർ മുറിക്കകത്ത് ജയമേറ്റെടുക്കണം. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുന്നത്, സുവിശേഷത്തിൻ്റെ വ്യാപ്തി നിങ്ങളുടെ മുറിക്കകത്തു നിന്ന് പട്ടണങ്ങൾക്ക് അപ്പുറത്തേക്ക് ചലിക്കണം.
ദാറ്റ് ഈസ് ദ മിനിസ്ട്രി ആൻഡ് ദ മിഷൻ ഓഫ് ദ ചർച്ച് ഓഫ് ഗോഡ്. ദൈവസഭയുടെ ശുശ്രൂഷയും ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷീകരണമാണ്. സഭയ്ക്കകത്ത് എത്ര സീറ്റ് ഉണ്ടെന്നല്ല വിഷയം, അല്ലല്ലോ എത്ര പേരെ മിഷണറിക്കാരെ അയച്ചെന്നാണ്. അവധിക്കൊക്കെ നാട്ടിൽ പോകുമല്ലോ, 10 ദിവസത്തേക്കോ 1 മാസത്തേക്കൊക്കെ പോകുമല്ലോ, ഒരു 2 ദിവസമെങ്കിലും ഒരാഴ്ചയെങ്കിലും ഒരു മിഷൻ ഫീൽഡ് ഒന്ന് സന്ദർശിച്ചാട്ട്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ദൈവം ഈ മണ്ണിൽ അധ്വാനിപ്പാൻ നിങ്ങൾ കൃപ തന്നു. നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന നന്മ കൊണ്ട് ഒരാളെയെങ്കിലും സഹായിപ്പാൻ കഴിഞ്ഞെങ്കിൽ എത്ര ധന്യമായിരിക്കും. സ്തോത്രം. അത് നേരിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ മിഷൻ ഫീൽഡ് കൊണ്ട് കാണിക്കണം. സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ, സുവിശേഷ രാജ്യത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന വേലകളെ, സുവിശേഷ നിമിത്തം കഷ്ടപ്പെടുന്നതൊക്കെ അവർ മനസ്സിലാക്കട്ടെ. അവരുടെ മനസ്സിലും ഒരു ആത്മഭാരം ഉണ്ടാകട്ടെ. ഹാലിൽ ആരൊക്കെയോ നിങ്ങളുടെ നാട്ടിൽ വന്ന് സുവിശേഷം പറഞ്ഞത് കൊണ്ടല്ലയോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ നിങ്ങളുടെ വല്ല ഗ്രാൻഡ് പേരൻസോ യേശുവിനെ കണ്ടുമുട്ടിയത്. ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും ഇന്നും അന്ധകാരത്തിൽ ഇരുന്നേനെ, ഞാനും നിങ്ങളും ഹല്ലേലൂയ യേശുവിനെ അറിയാതെ ജീവിച്ചേനെ. അന്ന് അവർ ഹല്ലേലൂയ ആ ത്യാഗം ചെയ്തത് കൊണ്ടല്ലേ ഇന്ന് ആ സത്യദൈവത്തെ കണ്ടുമുട്ടുവാൻ, യേശുവിനെ ആരാധിപ്പാൻ നമുക്ക് സഹായിച്ചത്. എന്തേ നാം ചരിത്രം മറന്നുപോയത്? എന്തേ വഴി മറന്നുപോയത്? 20 വർഷം കൊണ്ട് 50 വർഷം കൊണ്ട് ഇന്നലത്തെ ചരിത്രം മറക്കാതെ നിങ്ങളും വിളിച്ചു പറ, എൻ്റെ ആയുസ്സിലും ഞാൻ ചിലരെ യേശുവിന് വേണ്ടി നേടും. ഒരു 50 വർഷം കഴിയുമ്പോൾ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അന്നും നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മണ്ണ് മറഞ്ഞു പോയാലും ചിലർ ഇതുപോലെ വിളിച്ചു പറയും, ഞങ്ങൾക്ക് 50 വർഷമുള്ള ചിലരൊക്കെ ഞങ്ങളുടെ മണ്ണിൽ സുവിശേഷത്തിന് വേണ്ടി ചിലരെ അയച്ചത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നത്. അന്ധകാര ശക്തികളുടെ മുമ്പാകെ നിന്ന്, അന്ധവിദ്യയുടെ മുമ്പിൽ നിന്ന്, ഊമ വിഗ്രഹങ്ങളുടെ മുമ്പിൽ നിന്ന്, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരുവാൻ കാരണമായത് ചിലർ സുവിശേഷ ആത്മാവോടെ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു. ഹല്ലേലൂയ. ഈ കൺവെൻഷൻ കൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാക്കട്ടെ. സം ഓഫ് യു ആർ ഗോയിങ് ടു മേക്ക് എ ഡെഡിക്കേഷൻ കമ്മിറ്റ്മെന്റ്. ഇന്നലെ രാത്രി നാം അവസാനം പാടിയതുപോലെ, ഈ എൻ കൈകളെ സമർപ്പിക്കുന്നേ സേവയ്ക്കായി എൻ ജീവനെയും, എൻ്റെ കണ്ണുകൾ കാണട്ടെ, കാലുകൾ ഓടട്ടെ യേശുവിന് വേണ്ടി. ഹല്ലേലൂയ. താലന്തുകൾ മണ്ണിൽ കുഴിച്ചിടാതെ വ്യാപാരം ചെയ്യുന്ന നല്ലവരും വിശ്വസ്തരുമേ എന്ന വിളി കേൾക്കുവാൻ ഈ കാലഘട്ട ദൈവത്തിന് ആവശ്യമുണ്ട്. സുവിശേഷത്തിൻ്റെ സാധ്യതകൾ ഏറ്റവുമുള്ള കാലഘട്ടമാണ്. പണ്ട് നമുക്കൊരു മുറിക്കകത്ത് മാത്രമായിരുന്നു പ്രസംഗങ്ങൾ. ഒരു കൺവെൻഷൻ പന്തലൊക്കെ, ഞാൻ പ്രസംഗം 30 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ, പരസ്യ പ്രസംഗം തുടങ്ങുമ്പോഴൊക്കെ പന്തലൊക്കെ കെട്ടി ഗ്രാമങ്ങളിലൊക്കെ വലിയ കോളാമ്പിയൊക്കെ വെച്ച് ഹല്ലേലൂയ യാക്കോബക്കാരനെയും ഹല്ലേലൂയ മാർത്തോമക്കാരനെയും സ്പെഷ്യൽ സൈഡിലോട്ട് തെങ്ങിൻ്റെ മണ്ടയ്ക്ക് കോളാമ്പി വെച്ചിട്ട് പാട്ടൊക്കെ പാടിയായിരുന്നു സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് അവരിയ്ക്കുന്ന സിറ്റ് ഔട്ടിൽ, മുറിക്കകത്ത്, ബെഡ്റൂമിലൊക്കെ സുവിശേഷം ചെല്ലത്തക്ക വേണം. നവമാധ്യമങ്ങളെ ദൈവം ഒരുക്കിയെടുത്തല്ലോ. എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തണം. അപ്രിഷ്യേറ്റ് ഹല്ലേലൂയ. ക്രൈസ്തവ ഹല്ലേലൂയ ക്രിസ്ത്യൻ ലൈവിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഹല്ലേലൂയ സുവിശേഷത്തിൻ്റെ മാധ്യമത്തിന് വേണ്ടി എല്ലാ ചാനലുമായി എനിക്ക് ബന്ധമുണ്ട്. എല്ലാവരും അല്ലെ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുന്നവരാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇതാണ്: സുവിശേഷകൻ്റെ ആത്മാവ് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഒരു സുവിശേഷകനെ നാം കാണുന്നത് ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ. 8ന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, ശമരിയ പട്ടണത്തിൽ സുവിശേഷത്തിൻ്റെ ആത്മാവോടെ കടന്നു ചെന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളുമായി സുവിശേഷത്തിൻ്റെ ഹല്ലേലൂയ പ്രചാരകനായി മാറി. പട്ടണ ഭൂതങ്ങൾ ഇളകുവാൻ തുടങ്ങി, ആഭിചാരങ്ങൾ തകരുവാൻ തുടങ്ങി. 8ന്റെ ഹല്ലേലൂയ 8-ാം വാക്യം, പട്ടണത്തിൽ മഹാസന്തോഷമുണ്ടായി. അത്രയും ചരിത്രം പറഞ്ഞിട്ട് ഞാൻ ഫിലിപ്പോസ് എന്ന സുവിശേഷകനിലേക്ക് മടങ്ങി വരികയാണ്. ആത്മനിറവുള്ളവനായിരുന്നു ഫിലിപ്പോസ്. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. ആക്ട്സ് ചാപ്റ്റർ 6:5. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖോറോസ്. മതി. സ്തോത്രം. ഹല്ലേലൂയ. 7 പേരെ തിരഞ്ഞെടുക്കുന്ന ദൈവസഭയുടെ തെരഞ്ഞെടുപ്പാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇന്ന് ഹല്ലേലൂയ ആത്മീയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. നമ്മളാണെങ്കിൽ ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്തിട്ട് പറയും, ഒരാൾ മുന്നോട്ട് വന്നിട്ട് പ്രാർത്ഥിക്കാൻ പോകുക, ഞങ്ങൾ ഈ തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. അതല്ല ദൈവസഭയുടെ തിരഞ്ഞെടുപ്പ്. ദൈവസഭയുടെ തിരഞ്ഞെടുപ്പ് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 25 തൊട്ട് വായിക്കുന്നുണ്ട്. അല്ലേ, ഞങ്ങൾ ആരെ തിരഞ്ഞെടുക്കണമെന്ന് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം. നീ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ച് അവർ ചീട്ടിട്ടപ്പോഴാണ് ആർക്ക് ചീട്ട് വീണത്? ആർക്ക് വീട്ട്? മത്തിയാസിന് ചീട്ട് വീണത്. നമ്മളങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇവരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അല്ലെ ഏറ്റവും സീനിയറായിട്ട് ഒരാൾ വന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥി. അങ്ങനല്ല, ആരെ തിരഞ്ഞെടുക്കണമെന്ന് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം. സകല പ്രശ്നം അതോടെ തീരുമെന്ന്. ദൈവം കാണിച്ചു തരുന്നവരായിരിക്കട്ടെ നമ്മുടെ സഭകളെ നയിക്കേണ്ടത്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരായിരിക്കണം ദൈവസഭയുടെ നേതൃത്വത്തിൽ മുന്നിൽ നിൽക്കേണ്ടത്. മനുഷ്യരാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ശൗരനെ പോലെ കുന്തമോങ്ങി നിൽക്കുമ്പോൾ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ മണ്ണിൽ മുഖമമർത്തി കരഞ്ഞ് ദൈവസഭയുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും.
മനുഷ്യരാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഗോലിയാത്തിന്റെ മുമ്പിൽ ഓടി ഒളിക്കുമ്പോൾ, ദൈവത്താൽ കണ്ടുപിടിക്കപ്പെടുന്നവർ അശുദ്ധ ശക്തികളെ ആട്ടിപ്പായിക്കുന്ന അഭിഷിക്തന്മാരായിരിക്കും. ഇന്ന് രാത്രികാലം ദൈവസഭ പരാജയപ്പെടാതിരിക്കേണ്ടതിന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ദൈവസഭയുടെ മുന്നിൽ നിൽക്കട്ടെ. ഹല്ലേലൂയ. മാനുഷിക കൈകളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെയല്ല നമുക്ക് വേണ്ടത്. ദൈവത്തിൻ്റെ കൈയൊപ്പുള്ള, എൻ്റെ വിശുദ്ധൻ എന്ന നെറ്റിയിൽ പട്ടമുള്ള ഭക്തന്മാരെ ഈ കാലഘട്ടത്തിൽ ദൈവസഭയെ നയിക്കുവാൻ ദൈവത്തിന് ആവശ്യം. ഐ എം നോട്ട് പോയിന്റിങ് എനി ചർച്ച്, ഐ എം പോയിന്റിങ് ദ യൂണിവേഴ്സ് ചർച്ച് ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷിംഗ് ഓൺ ദ ഫേസ് ഓഫ് ദ എർത്ത്. ഈ ഭൂമിയിൽ സ്ഥാപിതമായിരിക്കുന്ന സകല സഭാ സംഘടനകളിലും ഏത് പേരിൽ അറിയപ്പെടട്ടെ, മുന്നിലേക്ക് വരേണ്ടത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള വിശുദ്ധിയുടെ പത്രം, സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള വിശ്വസ്തന്മാർ ദൈവസഭയുടെ മുൻനിരയിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ഒരശുദ്ധനും വിരൽ ചൂട്ടിയിട്ട്, ഒരു വഴിപോക്കനും വിരൽ ചൂണ്ടിയിട്ട്, ഒരു ഭോഷനും നിന്ന പറയാതെ ജീവിതത്തിൽ വിശുദ്ധിയും സാക്ഷ്യമുള്ള സുവിശേഷകന്മാർ, ഭക്തന്മാർ, സുവിശേഷ ആത്മാവുള്ളവരായിരിക്കട്ടെ ദൈവസഭയുടെ മുൻനിരയിൽ നിൽക്കേണ്ടത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമല്ലോ. സ്തോത്രം. അതായിരിക്കട്ടെ ദൈവസഭയുടെ പ്രമാണം. അങ്ങനെ സുവിശേഷ ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ ചർച്ചിൽ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. 3000 പേരുള്ള സഭയായിരിക്കാം, 5000 പേരുള്ള സഭയെന്നൊക്കെ പറയുന്നുണ്ട്. ഒരുമിച്ച് വന്നോന്ന് എനിക്കറിയത്തില്ല. എനിവേ വലിയൊരു ആൾക്കൂട്ടമുള്ളൊരു സഭയാണ്. ആ സഭ ചാരിറ്റി വർക്കിനാണ് 1-ാം സ്ഥാനം കൊടുത്തത്. സമയം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. ചാരിറ്റി വർക്കിനും 1-ാം സ്ഥാനം കൊടുത്തു. അവിടെ വിധവമാരെ സംരക്ഷിക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ ഭാഗങ്ങളും വിശദീകരിച്ച് നിങ്ങളോട് പറയണമെന്നൊക്കെ ഉണ്ട്. ദൈവസഭ ഹല്ലേലൂയ ജീവസന്ധാരണത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. എനിക്കും എൻ്റെ പൊണ്ടാട്ടിക്കെന്നും പറഞ്ഞുകൊണ്ട് സമ്പാദിച്ചു കൂട്ടുകയല്ല വേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ലഭിക്കുന്ന നന്മ മറ്റുള്ളവർക്കൂടെ പങ്കുവെക്കുന്നതാ ദൈവസഭയുടെ ഒരു വലിയ ദൗത്യം. സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിക്കുവാൻ നല്ല കഴിവുണ്ടെങ്കിൽ ഹല്ലേലൂയ ഒരു അല്പമെങ്കിലും നിവൃത്തിയില്ലാത്ത ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുവാൻ തയ്യാറാകണം. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ അങ്ങനെ ചേർന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വീട് വെക്കുമ്പോൾ ഒരു വീടില്ലാത്തവർക്ക് വലിയ അതിനൊപ്പമുള്ള വീടൊന്നും ആയിരിക്കത്തില്ല, കയറിക്കിടക്കാൻ ഒരു കൊച്ചു കൂരയെങ്കിലും പണിയുവാൻ അനേകം എൻ്റെ കയ്യിൽ പണം ഏൽപ്പിക്കാറുണ്ട്. യാത്ര ഞാൻ മിഷൻ ട്രിപ്പിനുകൾക്ക് കടന്നു പോകുമ്പോൾ അല്ലയോ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ നേഴ്സിങ്ങിനെ വിട്ട് പഠിപ്പിക്കുവാൻ സഹായിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. രോഗികൾക്ക് സഹായിക്കുന്നവരെ കണ്ടു. ഇവരെല്ലാം മില്യനേഴ്സ് ഒന്നും ആയിട്ടൊന്നും അല്ല, ചെറിയ ജോലികളാണ്. പക്ഷേ ഉത്സാഹിച്ചാൽ ദൈവസഭ അഭിവൃദ്ധിപ്പെടുമെന്ന്. ഹല്ലേലൂയ. നമ്മുടെ കൈകളെ ദൈവം ബലപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കൈകളെ ദൈവം ബലപ്പെടുത്തണം. ഹല്ലേലൂയ. വാരി വിതറി കൊടുക്കുന്നവനാ ധനവാനെന്ന് ബൈബിൾ പറയുന്നത്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ലോപിച്ച് ചരതിച്ചു വെക്കുന്നവനല്ല. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി വിശാലമായി വാരി വിതറി എറിയണം. അത് പണമാണേലും സമയമാണേലും ആരോഗ്യമാണേലും ദൈവം തന്ന താലന്തുകളും കൃപകളും കൃപാവരങ്ങളും ആണെങ്കിലും ഒതുക്കി വെക്കാതെ വാരി വിതറി കൊടുക്കുമ്പോഴാണ് ദൈവസഭ വളരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ സഭയിലല്ല വിധവമാരെ സംരക്ഷിക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ആ ശുശ്രൂഷ 2 തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് ഹല്ലേലൂയ എബ്രായരുടെ വിധവമാർ, യഹൂദന്മാരുടെ വിധവമാരുണ്ടായിരുന്നു. ഹെലനിസ്റ്റുകളായ ഗ്രീക്കുകാരുടെ, യവനരുടെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ വിളമ്പുന്നവർ മുഖം നോക്കി വിളമ്പാൻ തുടങ്ങി. അത് ദൈവസഭയ്ക്ക് ഭൂഷണമല്ല. ഈ ആൾക്കാരുടെ മുഖം നോക്കി വിളമ്പാൻ പാടില്ല. ഹല്ലേലൂയ. അമ്മാച്ചനായതുകൊണ്ട് സാമ്പാർ കൂടുതൽ വിളമ്പുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതൊന്നും പാടില്ല കേട്ടോ. ദൈവസഭയ്ക്കകത്ത് മുഖപക്ഷം പാടില്ല. നിറത്തിൻ്റെ പേരിൽ ഹല്ലേലൂയ, സാഹചര്യത്തിൻ്റെ പേരിൽ, സാധ്യതയുടെ പേരിൽ വർണ്ണവിവേചനമില്ലാത്ത ഏക കൂട്ടർ നമ്മളായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ കുറച്ച് സാമൂഹിക പ്രതിബദ്ധതയും കൂടെ ചേർത്താണ് ഇന്ന് രാത്രി വചനം പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് ഈ സമൂഹത്തോടൊരു കടപ്പാടുണ്ട് ദൈവമക്കളെ. നാം ഒന്നാണെന്ന് ലോകം അറിയണം. നാം ഒന്നാണെന്നറിയണം. ക്രിസ്തുവിൽ ഒന്നാണെന്നറിയണം. നമ്മുടെ കുടുംബചരിത്രം ഒന്നും ആരും പറയാൻ ഇടയാകരുത്. നല്ലതാണ് കുടുംബപ്പേര്, നല്ല പൗലോസ് ഇന്നലെ പറഞ്ഞു കുടുംബപ്പേര്. ആർക്കാ കുടുംബപ്പേരില്ലാത്ത? എല്ലാവർക്കും ഒരു കുടുംബപ്പേരുണ്ട്. ജീവചരിത്രം എഴുതുമ്പോൾ എല്ലാവരും എന്ത് എഴുതും? അല്ലെങ്കിൽ ആരുടെയൊക്കെ എവിടെയൊക്കെ കണക്ഷൻ, എൻ്റെ സെൻട്രൽ പാസ്റ്റർ ഉണ്ടായിരുന്നു, മെത്രാൻ ഉണ്ടായിരുന്നു, ബിഷപ്പ് ഉണ്ടായിരുന്നു, ഇതൊക്കെ പറഞ്ഞാൽ എഴുതുന്നത്. എന്നാൽ ആ വീട്ടിൽ തന്നെ തൂങ്ങിച്ചത്ത് എത്രയോ പേര് കാണും. പക്ഷെ ആരതൊന്നും എഴുതുവാണെങ്കിൽ എല്ലാം എഴുതണ്ടേ. നമ്മൾ ഈ എഴുതുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ നല്ല കോളറല്ലേ. എൻ്റെ അപ്പൻ ഒരു 82 വയസ്സുണ്ട്, ബാംഗ്ലൂരിൽ വളരെ ശരീര ക്ലേശത്താൽ ഭാരപ്പെടുന്നുണ്ട്. എൻ്റെ പിതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്പകാലം തൊട്ട് പാസ്റ്റായിരുന്നു, വെള്ളയും ഷർട്ടും വെള്ള മുണ്ടും. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പാൻ്റൊക്കെ ഇടാൻ തുടങ്ങി. മരുന്ന് എടുക്കാത്തൊരു കാലഘട്ടമുണ്ട്. ഇപ്പം മരുന്ന് മാത്രമേ എടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ പണ്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അപ്പൻ ഒരു മർത്താമൽ ഉപദേശിയായിരുന്നു. അപ്പോൾ പുള്ളി കൊടുത്തുകൊണ്ടിരുന്ന ഒരു വെള്ള മുണ്ടും, ഒരു ചെറിയ മുണ്ടും, ഒരു റൗക്ക പോലത്തെ ഒരു ബനിയനും, ഒരു തോർത്ത് വിട്ടുണ്ടാ. ഞാൻ എൻ്റെ കാര്യമല്ലേ പറയുന്നത്, വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ അപ്പച്ചനോട് ചോദിച്ചു. അപ്പച്ചൻ്റെ എന്നെ അറിയുന്നില്ല എന്തുവായിരുന്നു. അപ്പം പറഞ്ഞു അപ്പച്ചൻ തോർത്ത് മാത്രമേ ഉടുക്കത്തുള്ളായിരുന്നു, ഷർട്ടൊന്നും
ഇടത്തില്ല. പിന്നെ ഞാൻ ചോദിക്കാൻ പോയില്ല എൻ്റെ മേളോട്ട്. മനസ്സിലായില്ല കാര്യം? നമ്മുടെ ഈ ചരിത്രമൊക്കെ തിരക്കി പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആദമിൻ്റെ കുടുംബത്തിൽപ്പെട്ടതാ ഉടുതുണിയില്ലാതെ മരത്തിൻ്റെ പുറകെ ഒളിച്ച കുടുംബം. പിന്നെ ഏത് കുടുംബത്തിൻ്റെ പേര് പറഞ്ഞാൽ പകലോ മറ്റത് കൊണ്ട് കെട്ടിയാലോ അല്ലെങ്കിൽ അവിടം കൊണ്ട് കെട്ടിയാലോ എല്ലാം നമുക്കൊരു ചരിത്രമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തൊരു ചരിത്രം. അത്യുന്നതൻ അണിയിച്ചു തന്ന അടയാടയല്ലാതെ എനിക്കൊന്നുമില്ലെന്ന് പറയുന്നവരാ അഭിമാനമുള്ള വിശ്വാസികൾ. അത്യുന്നതൻ തന്നത് മാത്രമല്ല, 2 കൈയും ഉയർത്തി മുറിക്കകത്ത് മുഴങ്കാൽ മടക്കി ദാവീദിനെ പോലെ വല്ലപ്പോഴും പറയണം, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ. ഷബലറിഖനര 2 തുള്ളി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഇന്ന് രാത്രി എത്ര പേർ നിലവിളിച്ചു പറയും, കർത്താവ്, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് എനി മെറിറ്റ് ഇൻ മൈ ലൈഫ്, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് ഇൻ അവർ ലൈഫ്, ഓൺലി ബിക്കോസ് ഓഫ് ഗ്രേസ് ദാറ്റ് വി കുഡ് കം ദസ് ഫാർ. ഇത്രത്തോളം ഞങ്ങൾ വന്നത് അവിടുത്തെ കൃപയാണ്. എത്ര പേർ നിലവിളിച്ചു പറയും, ഐ ഡോണ്ട് കെയർ വെദർ ഐ എം ഏബിൾ ടു ഫിനിഷ് മൈ മെസ്സേജ് ഓർ നോട്ട്. പക്ഷെ ഇന്ന് രാത്രി ആരുടെയൊക്കെ മനസ്സിനകത്ത് അഹങ്കാരത്തിൻ്റെ എന്തെങ്കിലും ഒരു ഗർവമുണ്ടെങ്കിൽ അതിൻ്റെ അവസാനത്തെ വേരും പുറത്തു പോയിട്ട് ഷബലറിഖരമന ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. എന്തുള്ളൂ യോഗ്യത നിൻ മുമ്പിൽ. കരങ്ങൾ ഉയർത്തി ഇത്ര നന്മകൾ ഞങ്ങളാനു. കഴിയുമെങ്കിൽ 2 കൈ ഉയർത്തി നിറഞ്ഞ കണ്ണുകളോടൊന്ന് പാടും. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പ ഞാനുമെൻ കുടുംബവും. ഓ ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പ ഞാനുമെൻ കുടുംബവും. ഇത്ര ശ്രേഷ്ഠമായ ഇതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ. അത് നിങ്ങളുടെ സാക്ഷ്യമായി പറയട്ടെ. ഇത്ര ശ്രേഷ്ഠമായ ഇതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ. ദൈവദാസി, നിന്റെ മണ്ണിൽ ദൈവം നിന്നെ ആദരിച്ചില്ലേ? നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ നിന്നെ ദൈവം ആദരിച്ചില്ലേ? സുവിശേഷത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് നിന്റെ ഭാവി എന്താകുമെന്ന് തലയ്ക്ക് മുകളിൽ ചോദ്യചിഹ്നമായി 100 പേർ എഴുതി വെച്ചെടുത്ത് നീ അറിയാത്ത ഉത്തരം എഴുതി ചേർത്ത് നിന്റെ ഭാവി മാനിച്ച ദൈവത്തെ, നിന്റെ കുടുംബത്തെ ആദരിച്ച ദൈവത്തെ, നിന്റെ തലമുറയെ ആദരിച്ച ദൈവത്തെ, നിന്റെ ശുശ്രൂഷയെ മാനിച്ച ദൈവത്തെ ഇന്ന് രാത്രി എത്ര പേർ നിറഞ്ഞ കണ്ണുകളോടെ നന്ദിയോടെ ദൈവത്തെ ആരാധിക്കും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉഡബല ഹതരമസിയാരഗന. Hallelujah, hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Praise the Lord. Hallelujah. നന്ദി യേശുവേ, നന്ദി യേശുവേ. അഹങ്കരിക്കുവാൻ ഒന്നുമില്ല, അഭിമാനിക്കാനുണ്ടെങ്കിൽ ദൈവം നടത്തിയ വഴികളല്ലാതെ ഒന്നുമില്ലപ്പാ എന്ന് പറയുവാൻ ഹൃദയം നിറഞ്ഞ് തകർന്ന് എപ്പോഴും ആ ഒരു നന്ദി ഉണ്ടായിരിക്കണം. സ്തോത്രം. അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സഭ മുഴുകിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടായത്. അപ്പോൾ ഹല്ലേലൂയ, അപ്പോസ്തലന്മാരുടെ അടുക്കെ വന്നിട്ട് പറഞ്ഞു, പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ ഇങ്ങനെ മൂപ്പന്മാരായിരിക്കുന്ന സ്ഥലത്ത് അവരൊന്ന് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളോട് അങ്ങ് ഇടപെടണം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതല്ല വിളി. ഞങ്ങളുടെ വിളി എന്ന് പറഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 6:4 ഞങ്ങളുടെ വിളി, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ഈ ദൈവദാസന്മാർ, പാസ്റ്റർമാർ, ഞാൻ ഉൾപ്പെടുന്ന ഈ വെള്ളഷർട്ടിട്ട കറുത്ത പാൻ്റ് ഇടുന്ന എന്നൊക്കെ പറയുന്നില്ലേ, ഞങ്ങൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്, വേറെ പരിപാടിക്ക് പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. മനസ്സിലായി ഞാൻ പറയുന്നത്? ഞങ്ങളിങ്ങനെ ക്രുദ്ധരായിട്ട് നോക്കുന്നത്? ഹല്ലേലൂയ. ഞങ്ങളെന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും കഴിഞ്ഞിട്ടേ ബാക്കി പരിപാടി പാടുള്ളൂ. ഈ മണലാരുണ്യത്തിൽ ജോലി ചെയ്യുന്ന ദൈവദാസന്മാരാണ് ജോലി ചെയ്യണം. അല്ലെങ്കിൽ പൂർണ്ണ സുവിശേഷ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയും ചെയ്യാതെ അല്ലെങ്കിൽ കറങ്ങി നടക്കുന്നതല്ല പൂർണ്ണ സുവിശേഷ വേല. സ്തോത്രം. 24 മണിക്കൂറും ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിൻ്റെ പേരാ പൂർണ്ണ സുവിശേഷ വേല.
പാർട്ട് ടൈം ചിലരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പാർട്ട് ടൈമായിട്ട് സുവിശേഷം. അങ്ങനെ ഈ ദൈവസഭയിൽ പാർട്ട് ടൈമും ഫുൾ ടൈമും ഒന്നുമില്ല. ദൈവസഭയിൽ ഒറ്റ വേലയുള്ളൂ, ഫുൾ ടൈം സുവിശേഷകം. ഹല്ലേലൂയ. അത് പ്രാർത്ഥിക്കുക, ദൈവവചനം ധ്യാനിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതെല്ലാം ദൈവവുമായി ചേർത്ത് വേണം. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ആത്മനിറവുള്ള കുറച്ച് പേരെ സഭയെ തിരഞ്ഞെടുക്കുക. ഇനി സഭയുടെ തിരഞ്ഞെടുപ്പൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് നിൽക്കത്തില്ല, നിങ്ങളെന്നെ നിർത്തത്തുമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വിട്ടിട്ട് വരിക. അങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തി കിട്ടി 7 പേരായിരുന്നു. അല്ലെങ്കിൽ സ്തേഫാനോസ് ഉൾപ്പെടെയുള്ള 7 പേർ. അതിൽ ഒരുവനായിരുന്നു ഫിലിപ്പോസ്. അതാണ് ഒന്നാമത്തെ നമ്മുടെ ചിന്ത, ആത്മനിറവുള്ള ഫിലിപ്പോസ്. ദൈവസഭയുടെ മുൻനിരയിൽ നിൽക്കേണ്ടത് ആത്മനിറവുള്ളവരാണ്. ഞാനത് പറഞ്ഞായിരിക്കും ഇന്ന് രാത്രി അവസാനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ കമ്മിറ്റി പോലും ആത്മനിറവുള്ളവനെ കയറ്റാവും. സ്തോത്രം. വാക്ചാതുര്യമുള്ളവനും വാക്സാമർത്ഥ്യമുള്ളവനും അല്ലെങ്കിൽ മിടുക്കുള്ളവനും കയ്യൂക്കുള്ളവനുമല്ല ദൈവസഭ നടത്തേണ്ടത്. അന്യഭാഷയിൽ ആരാധിച്ച് ആത്മനിറവും ജീവിത വിഷയവും സാക്ഷ്യമുള്ളവനെ ദൈവസഭയുടെ മുൻനിരയിൽ നിൽക്കാവൂ. ഹല്ലേലൂയ. മേശയിൽ ശുശ്രൂഷിക്കണമെങ്കിൽ, എന്തിനേറെ പറയുന്നു, വോളണ്ടിയർ സർവീസായിട്ട് മേശയിൽ ഭക്ഷണം വെളുപ്പുന്നവന് പോലും ക്രൈറ്റീരിയ ആത്മനിറവാണെങ്കിൽ എന്തേ പെന്തിക്കോസ്ത് സഭകൾക്ക് അങ്ങനെ ഒരു നിയമമായിക്കൂടാ? ആത്മനിറവുള്ളവൻ ദൈവസഭയിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് വിശദീകരിക്കാം. അപ്പം ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ ആത്മനിറവുള്ളവനായിരുന്നു. സ്തോത്രം. ദൈവദാസന്മാർ ആത്മനിറവുള്ളവരായിരിക്കണം. ആത്മനിറവുള്ളവരെ വേണം തിരഞ്ഞെടുക്കുവാൻ. സഭയുടെ വേക്കൻസിയൊക്കെ വരുമ്പോൾ പാസ്റ്റർമാർക്ക് അമേരിക്കയിലൊക്കെ വേക്കൻസി ഇവിടെ ഇടുമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ വേക്കൻസി ഓഫ് എ പാസ്റ്റർ, അതിൽ എന്നിട്ട് കുറേ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ഹല്ലേലൂയ ഒറ്റ സഭയിൽ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ എ സ്പിരിറ്റ് ഫിൽഡ് പാസ്റ്റർ എന്ന് എഴുതുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ എല്ലാവരുടെയും ധാരണ ഈ പാസ്റ്റർമാരൊക്കെ ആത്മാവി നിറഞ്ഞവരായിരിക്കും. മിനിമം ക്വാളിഫിക്കേഷൻ BTH, MBD or MDH, 7 years ഓഫ് പാസ്റ്ററൽ എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ അമേരിക്കയിലാണെങ്കിൽ ഗ്രീൻ കാർഡ് ഓർ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞ് എഴുതും. ഇവിടുത്തെ എനിക്കറിയത്തില്ല, ഏതായാലും ആയിക്കോട്ടെ. പക്ഷെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല നല്ല സാക്ഷ്യവും ആത്മനിറവും ഉള്ളവരെന്ന്. അപ്പം സഭക്കാർക്കൊരു സ്വപ്നമുണ്ട്, ഞങ്ങളുടെ സഭയിൽ വരുന്ന പാസ്റ്റർ എങ്ങനെയുള്ളവരായിരിക്കണം? നല്ല സാക്ഷ്യവും ആത്മനിറവുള്ളവർ. അപ്പം അങ്ങനെ ഒരു നല്ല സാക്ഷ്യം അത് കേട്ടാണ് ഈ ഫിലിപ്പോസ്. ഒന്ന്, ആത്മനിറവുള്ളവനായിരുന്നു ഫിലിപ്പോസ്. 2, ആത്മാവിന് ചെവി കൊടുക്കുന്നവനായിരുന്നു ഫിലിപ്പോസ്. ശമരിയയിലെ അറിയപ്പെടുന്ന ക്രൂസൈഡ് പ്രീച്ചറാണ് ഫിലിപ്പോസ്. കൈവച്ച രോഗികൾ സൗഖ്യമാകുന്നു, ആഭിചാര ശക്തികൾ ഇളകുന്നു, പട്ടണഭൂതങ്ങൾ വിറയ്ക്കുന്നു. അല്ലെങ്കിൽ ശമരിയയിൽ നടന്ന അത്ഭുതങ്ങളുടെ ഒരു വീരചരിത്രം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 4 മുതൽ 25 വരെ ശമരിയ പട്ടണം ഇളകി മറിയുന്ന സമയം. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ മെഗാ ക്രൂസൈഡ്. എവരി നോക്ക് ആൻഡ് കോർണർ ഓഫ് ശമരിയ വി കൻ സീ ഫിലിപ്പ് ഈസ് പ്രീച്ചിങ്, ദ പീപ്പിൾ ആർ കമ്മിങ് ഓവർ. ഇങ്ങനെ വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുമ്പോഴാ പെട്ടെന്ന് ചെവിക്കകത്ത് ഒരു ദൈവശബ്ദം. 8:26 വാക്യം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസ്സയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. എങ്ങോട്ട് പോകാൻ പറഞ്ഞു? ഗസ്സയ്ക്ക് പോകുക. അവിടെ എന്തൊരു സ്ഥലമാ? നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ ആളില്ലാത്തടത്ത്. കോട്ടയത്ത് നിന്ന് ദുബായിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ദൈവാലോചനയാണ്. സ്തോത്രം. ദുബായിൽ നിന്ന് മലബാറിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഒരു 21 ദിവസം കൊണ്ട് ഇരുന്ന ആലോചന. ഇതെല്ലാം നിങ്ങളെന്തിനാ വിഷമിച്ചിരിക്കുന്നത്? മൊത്തം കല്ലേ. ഒരു പ്രവാചകൻ പറഞ്ഞാൽ ഒത്തില്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ദൂത് പറയുന്നത് വരെ നമ്മൾ പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ടിരിക്കും. ഡയറി നിറച്ച് പ്രവാചകന്മാരുടെ ഫോണല്ലേ. ഞാൻ പ്രവാചകന്മാർക്ക് എതിരോ, ഞാനും പ്രവചനശൂരോടെ ചെയ്തിട്ടുള്ളൊരു കാലഘട്ടമുണ്ട്, ഇന്നും ചെയ്യും. എപ്പോഴും ഈ സഭയിലിരുന്നുകൊണ്ട് പ്രവചിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം ഇവരെ നാളെയും കാണേണ്ടതില്ലയോ. അതുകൊണ്ട് അധികം പ്രവചിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നൊരു സാഹചര്യമല്ലല്ല. ഈ മലബാറിലേക്കും ഇടുക്കിയിലേക്കും ആന്ധ്രയിലേക്കും ഒന്നും പോകുവാൻ ഒരു ദൂതും ആർക്കും കിട്ടുന്നില്ല. ഞാൻ വർഷത്തിലല്ലേ 6 തൊട്ട് 7 ആഴ്ച നോർത്ത് ഇന്ത്യയിൽ തന്നെയാണ്. മടങ്ങി ചെന്നിട്ട് അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ച് മടങ്ങി ഇന്ത്യയിലേക്ക് വരും. അല്ലെങ്കിൽ ഭൂട്ടാൻ മുതലല്ല ഇന്ത്യയിലെ പല ഗ്രാമങ്ങൾ ഒരു വർഷത്തിൽ 6 തൊട്ട് 8 ആഴ്ച അവരുടെ കൂടെ പാർത്ത് അവരുടെ കൂടെ ഭക്ഷിച്ച് അല്ലെങ്കിൽ സുവിശേഷ വേലയും കൂടെ ചെയ്യുന്നതാണ്. എനിക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന നന്മ ഇവിടെ ചിലവാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യുന്നതും ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും 24 മണിക്കൂർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ സുവിശേഷത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനോട് പറയുകയാണ്, അല്ലെങ്കിൽ നീ എഴുന്നേറ്റ് എങ്ങോട്ട് പോകണം? മെഗാ ക്രൂസൈഡിൽ പ്രീച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരസ്യയോഗത്തിന് പ്രസംഗിക്കാൻ പറഞ്ഞാൽ പോകാൻ പാസ്റ്റർമാരെ കിട്ടത്തില്ല. സ്തോത്രം. കൺവെൻഷന് വിളിക്കുമ്പോൾ പാസ്റ്റർമാർ ചോദിക്കുക എത്ര ആൾ കൂടുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പാട്ടുകാരാരാ പാട്ട് പാടുന്നത്, എത്ര ആൾ കൂടുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ദൈവമക്കളെ, ഇന്ന് രാത്രി ഫിലിപ്പോസിൻ്റെ ചെവിക്കകത്ത് ആൾക്കാരുടെ ആരവമല്ല, ദൈവശബ്ദത്തിന് കൊതിച്ചിരിക്കുകയായിരുന്നു. ആൾക്കൂട്ടത്തിൻ്റെ ആരവത്തിനല്ല എൻ്റെ ചെവി തുറന്നിരിക്കേണ്ടത്. എൻ്റെ ചെവി തുറന്നിരിക്കേണ്ടത് ഉയരത്തിലെ ശബ്ദത്തിനാണ്. അതാണ് ആത്മാവിൻ്റെ നിയോഗം എന്ന് പറയുന്നത്.
അത് സുവിശേഷത്തിന് മാത്രമല്ല, എൻ്റെ കുടുംബം എങ്ങനെ നയിക്കണം, എൻ്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറണം, എൻ്റെ ഭർത്താവിനോട് എങ്ങനെ സംസാരിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, എൻ്റെ മാതാപിതാക്കൾ എങ്ങനെ പെരുമാറണം, എൻ്റെ കൂട്ടു സഹോദരനോട് എങ്ങനെ സംസാരിക്കണം, എൻ്റെ ജോലിയിൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ള ദൈവാലോചനയ്ക്ക് ചെവി തുറന്നിരിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകന്മാരായി മാറുവാൻ കഴിയൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വല്ലാത്തൊരു കാലഘട്ടമാണ്. വക്രതയുള്ള, കോട്ടമുള്ള, അല്ലെങ്കിൽ വാട്ടമുള്ളൊരു തലമുറയാണ്. അശുദ്ധ ശക്തികൾ തലയുയർത്തി നിൽക്കുന്നു. പിശാചിൻ്റെ അമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു. സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ, ഉച്ചയ്ക്ക് സംഹരിക്കുന്ന സംഹാരകൻ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, രാവും പകലും ഉച്ചയ്ക്കും അർദ്ധരാത്രിയിലും ഒരുപോലെ നിന്നെ മാത്രം ലക്ഷ്യം വെച്ച് ശത്രുവിൻ്റെ അമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെങ്കിൽ അത്യുന്നതൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുക്കണം. ഇന്ന് രാത്രികാലമല്ലിയ അറിവും കഴിവും മിടുക്കും ആരോഗ്യം വെച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടാൽ നിങ്ങൾക്ക് തെറ്റി. പിശാചിന്റെ കുന്തമുനയ്ക്ക് ഇരയാകുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ഒഴിഞ്ഞു മാറുന്ന ആത്മാവിന്റെ നിയോഗങ്ങൾ ദൈവസഭ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ you need to tune your heart, hallelujah, and ears with God to hear the audible voice. ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി ചെവി ഇങ്ങനെ തുറന്നിരിക്കണം. അപ്പോൾ പ്രസംഗിക്കുന്ന ദൈവദാസനും ചെവി തുറന്നിരിക്കേണ്ടത് ആൾക്കാരുടെ ഹല്ലേലൂയയുടെയും സ്തോത്രത്തിൻ്റെ ആരവത്തിലല്ല. ഐ നീഡ് ടു ട്യൂൺ മൈ ഇയേഴ്സ് വിത്ത് ദ ഓഡിബിൾ വോയിസ് ഓഫ് ഗാഡ്. ദൈവശബ്ദത്തിന് ചെവി തുറന്നിരിക്കണം. കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലല്ല, അത് നമ്മളൊരു പ്രാക്ടീസായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അതുകൊണ്ട് ഇരുന്ന് പ്രാർത്ഥിക്കൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുഞ്ഞുങ്ങളോട് കർത്താവേ എന്തു പറയേണ്ടുവെന്ന് എന്നോടൊന്ന് പറയണമേ. ഹല്ലേലൂയ. എന്നെ ആത്മാവ് ഉണർത്തുന്നു, ശിഷ്യന്മാരുടെ നാവ് എനിക്ക് തരുന്നു, അത് കേൾക്കേണ്ടതിന് രാവിലെ തോറും എൻ്റെ ചെവികളെ ഉണർത്തുന്നു എന്നല്ലേ വചനം പറയുന്നത്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഓരോ വിഷയത്തിനും ദൈവാലോചന പ്രാപിക്കണം. തിരക്കുള്ളിടത്ത് നിന്ന് പെട്ടെന്നൊരു സന്ദേശം, ആളും പേരുമില്ലാത്ത ഗസയുടെ നിർജ്ജന പ്രദേശത്തേക്ക് ഓടിപ്പോയി ദൂത് പറക. ക്രൂസൈഡ് നടക്കുകയാണ്. കർത്താവെ അടുത്ത മാസം പോകാം, അടുത്ത ആഴ്ച പോകാം. നോ, ദൈവാത്മാവ് പറഞ്ഞാൽ അനുസരിക്കാൻ തയ്യാറാകണം. അതാണ് ആത്മാവിന് ചെവി കൊടുക്കുന്നവനായിരുന്നു ഫിലിപ്പോസ്. ദൈവസഭ പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കട്ടെ. ഹല്ലേലൂയ. എനിക്ക് വായി തോന്നി പറയുന്നതല്ല പ്രസംഗം ദൈവമക്കളെ. എനിക്കിഷ്ടമില്ലാത്തവനെ മുറിവേൽപ്പിക്കുന്നതല്ല പ്രസംഗം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു പിടിപ്പിക്കുന്നതല്ല പ്രസംഗം. പ്രസംഗം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എന്താണ് പ്രവചനം? അല്ലേ, പത്രോസിന്റെ ലേഖനത്തിൽ വിളിച്ചു പറയുന്നു, പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവത്തിൻ്റെ മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിക്കുന്നതാ. അത് പ്രസംഗമാണെങ്കിലും, അത് പാട്ടാണെങ്കിലും, അത് സംസാരമാണെങ്കിലും ആത്മനിയോഗത്താൽ അല്ലാതെ അതരം ചലിപ്പിക്കരുത്. ആത്മനിയോഗത്താൽ അല്ലാതെ വീട്ടിലും സഭയിലും ദേശത്തും ജോലിയിലും ഒരു ദൈവ പൈതൽ തൻ്റെ ആദരം ചലിപ്പിക്കരുത്. ഹല്ലേലൂയ. ഞായറാഴ്ചത്തെയോ വെള്ളിയാഴ്ചത്തെയോ 2 മണിക്കൂറത്തെ ആത്മീയമല്ല. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഒരുപോലെ ആത്മീയം കാത്തു പരിപാലിക്കുന്നവനാ കരുത്തുള്ള ആരോഗ്യമുള്ള ആത്മീയൻ എന്ന് പറയുന്നത്. സ്തോത്രം. ആ ചെവി ഇങ്ങനെ തുറന്നിരുന്ന് അനുസരിക്കണം. ദൈവാത്മാവിന് നിറഞ്ഞവനാണെങ്കിൽ ദൈവാത്മാവിനെ അനുസരിക്കണം. ഗസയ്ക്കുള്ള നിർജ്ജന വഴി ആളും പേരുമില്ല. ഞാനാണെ സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇതെങ്ങനെയാണ് ഗസ നിർജ്ജന വഴിയായി മാറിയത്? അതിന് ആദ്യമായുടെ പുസ്തകം 16-ാം അധ്യായത്തിലുണ്ട്. ഗസ ഒരിക്കൽ ആൾക്കൂട്ടമുള്ള സ്ഥലമായിരുന്നു. 3000 പേര് വരെ ഉത്സവത്തിന് കൂടുമായിരുന്നു. അവിടെ ഉത്സവം ഹല്ലേലൂയ നടക്കുകയാണ്. ഫെലിസ്ത്യന്മാരുടെ ദാഗോന്റെ ക്ഷേത്രമുണ്ടായിരുന്നു. അതിന് ഡബിൾ സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു. അതിൻ്റെ മട്ടുപ്പാവിൽ വരെ 3000 ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ബലവത്തായ തൂണുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇതാ ഒരു അഭിഷിക്തൻ കയ്യിലിരിക്കുന്ന കയ്യിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട് കൈ കെട്ടപ്പെട്ട് ചങ്ങലയിട്ട് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഹല്ലേലൂയ ഫെലിസ്ത്യരുടെ അടുക്കളയിൽ മാവ് പൊടിക്കുന്നവനെ കൊണ്ടുവന്ന് കളിക്കാൻ നിർത്തിയിരിക്കുക. ഫെലിസ്ത്യരെ ഒരു കാലഘട്ടത്തിൽ വിരലത്തുമ്പിൽ നിർത്തിയവനാണ്. പച്ചക്കഴുതിയുടെ വഴുതിപ്പോകുന്ന താടിയല്ല് കൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് കൊന്നൊടിക്കവനാണ്. കുറുക്കന്മാരുടെ വാലുകൾ ചേർത്ത് കെട്ടി ഫെലിസ്ത്യ വിളകളെ നശിപ്പിച്ചവനാണ്. ഇന്ന് ശത്രുവിൻ്റെ കയ്യിലെ കളിപ്പാവയായി ഇവിടെ നിന്ന് കളിക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് കുറ്റബോധത്തോടെ ആഴത്ത് നിലവിളിച്ച്, കർത്താവേ ഒരു പ്രാവശ്യം കൂടെ എന്നെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഏത് കുടുംബാവിക്കും പ്രാർത്ഥിക്കാം. I restore unto me the joy of salvation. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം, ആത്മശക്തി എനിക്ക് മടക്കിത്തരണം. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതാ, നഷ്ടപ്പെട്ട ആത്മബലം ദൈവസഭയ്ക്ക് മടക്കി ലഭിക്കണം. ജീവിതത്തിൻ്റെ വലിയ കൈപ്പേറിയ അനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ കഠിന ശോധനകൾ, മണലാരുണ്യത്തിലെ കഷ്ടപ്പാടുകൾ, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ നിമിത്തം മനസ്സും അടുത്തുപോയി കൃപയും കൃപാവരങ്ങളും സൈഡ് ലൈനാക്കി വെച്ച ചിലരൊക്കെ ഇന്ന് രാത്രി കൃപയിലേക്ക് മടങ്ങി വരുമെന്ന് ആത്മാവ് എനിക്ക് വെളിപ്പാട് ദൂത് തരുന്നു. അത് ഇന്ന് രാത്രി പ്രകടമായി മുറിക്കകത്ത് കാണുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എനിക്ക് സ്ട്രെങ്തൻ മീ, കർത്താവേ ഒരിക്കൽ കൂടെ എനിക്ക് ശക്തി തരണമേ. അല്ല, ന്യായാധിപന്മാർ 16:31 വാക്യം, എനിക്ക് ഒരിക്കൽ കൂടെ ശക്തി തരണമേ, എനിക്ക് ഒരിക്കൽ കൂടെ ശക്തി തരണമേ.
ഹല്ലേലൂയ. അങ്ങനെ താൻ ഒരിക്കൽ കൂടെ ശക്തിക്ക് വേണ്ടി കൊതിച്ചു പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ശക്തി തൻ്റെ മേൽ വന്നു. ആ ക്ഷേത്രം ഇടിഞ്ഞു വീണു. 3000 പേർ തകരിപ്പണമായി. എൻ്റെ ചരിത്രം അതല്ല. അങ്ങനെ ഗസയിലെ ഉത്സവം മുടങ്ങി. ഒരഭിഷക്തം തീരുമാനിച്ചാൽ മതി, അല്ലല്ലേ, ഒരു പട്ടണത്തിൻ്റെ ഉത്സവമൊക്കെ മുടക്കാൻ പറ്റും. ഹാലല്ലേ, അന്നത്തെ ഉത്സവം മുടക്കിയത് നഷ്ടപ്പെട്ട കൃപ പിടിച്ചു വാങ്ങിയപ്പോഴാണ്. എന്തേ നിങ്ങളുടെ പട്ടണത്തിൽ ഭൂതങ്ങൾ അലറുന്നത്? എന്തേ നിങ്ങളുടെ നാട്ടിൽ പിശാചിൻ്റെ തേർവേഴ്ച? എന്തേ സഭ വളരാത്തത്? അഭിഷിക്തന്മാരുടെ ശക്തി ചോർന്നു പോയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കൂ, എനിക്ക് ശക്തി മടക്കി തരൂ. പട്ടണ ഭൂതങ്ങൾ നിലംപരിചാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗസ നിർജ്ജന പ്രദേശമായി മാറി. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിനൊക്കെ തലലിയ ഇവിടെ പോരാട്ടമുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ പറഞ്ഞ് മന്ത്രവാദം കൊണ്ട് ആഭിചാരം ഉണ്ടെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെ കാശ് കളഞ്ഞ് അടുത്ത വീടൊന്നും വാങ്ങാൻ പോകണ്ട. അവിടെ ഇരുന്നുകൊണ്ട് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. അശുദ്ധ ശക്തികൾ തകർന്ന് വീഴും. റേഖന ഹത്തുരാധകന വീട് വെച്ചത് ശരിയായില്ല, വസ്തുവിൻ്റെ മൂല ശരിയായില്ല, അതിൻ്റെ ഇരിപ്പ് ശരിയല്ലെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തുമെങ്കിൽ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. ഇന്ന് രാത്രി അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നിൻ്റെ ഒരു 5 പൈസ നഷ്ടമാകരുത്. സഹോദര സഹോദരി, നീ കഷ്ടപ്പെട്ട് ദൈവം നിന്നെ അനുഗ്രഹിച്ചു തന്ന നിൻ്റെ ഒരു നാണയ തൊട്ടുപോലും വൃഥാവാകരുത്. നീ കാല് കുത്തുന്നിടം അനുഗ്രഹിക്കുമെങ്കിൽ അഭിഷിക്തേ, നീ അവിടെ നിന്നുകൊണ്ട് ഇന്ന് രാത്രി എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കൂ. ആ സ്ഥലത്തെ സകല അശുദ്ധികളും അശുദ്ധ ശക്തികളും നിഷ്ഫലമാകുന്നത് ഇന്ന് രാത്രി നിങ്ങൾക്ക് അനുഭവിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അങ്ങനെ ഗസയ്ക്കുള്ള നിർജ്ജന വഴിയിലേക്ക് ഫിലിപ്പോസിനെ പറഞ്ഞു വിട്ടു. അപ്പോൾ 2, അവൻ ആത്മനിയോഗത്തിന് വിനയപ്പെടുന്നവനായിരുന്നു, ആത്മശബ്ദം കേൾക്കുന്നവനായിരുന്നു. ആത്മാവിൻ്റെ ദൂത് കേൾക്കുന്ന ഫിലിപ്പോസാണ്. ഓടിപ്പോകുന്നു, എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായ ഷണനെ കാണുന്നു. ആ ചരിത്രമല്ല ഞാൻ പ്രസംഗിക്കാൻ വരുന്നത്, അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്തിരിക്കേണ്ട, അത് നമുക്ക് പിന്നൊരിക്കൽ ചിന്തിക്കാമല്ലോ. 3, വീട്ടിനകത്ത് ഈ ആത്മകൃപ കൊണ്ടു നടന്നവനായിരുന്നു ഫിലിപ്പോസ്. സ്തോത്രം. പാസ്റ്റർ ഷിബു തോമസ് അല്ലേ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, ആത്മനിറവില്ല. വീട്ടുകാരോടും ചോദിക്കണം, ഈ പുള്ളി ഇങ്ങനെയൊക്കെ തന്നെ ആണോ? സ്തോത്രം. അതോ ഷാർജയിൽ തന്നെ അങ്ങ് നിന്നോട്ടെന്ന് ഭാര്യ വിളിച്ചു പറയൂ. ഹല്ലേലൂയ. മക്കൾ 3 ആൺപിള്ളേരുണ്ട്, ഒരു മോൻ കല്യാണമൊക്കെ കഴിച്ചു. അവർ 4 പേരോട് പറയുമോ, ഡാഡി ഇങ്ങോട്ടെങ്കിലും വരണ്ട, അവിടെ തന്നെ അങ്ങ് നിന്നാൽ മതി, കാരണം അവിടെ നിൽക്കുമ്പോൾ വളരെ പ്ലസൻറ്റ് ഫേസാണ്, അവിടെ നിൽക്കുമ്പോൾ വളരെ ആത്മനിറവാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാ കടിച്ചു കയറുന്ന ബുഭിക്ഷയോട് അലർന്ന സിംഹം പോലെ എന്നൊക്കെ പറയുമോ? അത് പറയാതിരിക്കണമെങ്കിൽ ആത്മനിറവ് വീട്ടിലും പ്രദർശിപ്പിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി നമ്മുടെ വീട്ടിലെ ആത്മാന്തരീക്ഷം കൂടെ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? എന്തോ വിരോധമല്ലേ? കാരണം ഞങ്ങൾ എത്ര കേട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം കൂടെ ഒന്ന് അറിയണ്ടേ? അല്ലേ? അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. ആ ചാപ്റ്റർ 8 വേഴ്സ് 21, 8 and 9. പിറ്റന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസര്യയിലെത്തി. 7 ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോട് കൂടെ പാർത്തു. പൗലോസ്, ലൂക്കോസ്, ഒരു കുറെ കൂട്ട സഹോദരന്മാരൊക്കെ ഇപ്പോൾ കൈസരിയിൽ ചെന്നു. കൈസരിയിൽ ചെന്നിട്ട് അവർ അന്ന് അവിടെ പാർത്തത് സുവിശേഷകനായ ഫിലിപ്പോസിൻ്റെ വീട്ടിലാണ്. സുവിശേഷകനായ ഫിലിപ്പോസിന് ഏത് സുവിശേഷകനാണ്? നമ്മൾ ഈ പറഞ്ഞു വന്ന ആത്മനിറവുള്ള ദൈവാത്മാവിൻ്റെ നിയോഗത്താൽ വിശ്വാസത്താൽ നിറഞ്ഞ മനുഷ്യനെ മേശയിലെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്തു. പിന്നീട് ശമരിയിൽ അത്ഭുത ശുശ്രൂഷയ്ക്കായി ദൈവം ഒരുക്കിയെടുത്തു. ആത്മനിയോഗത്താൽ ഗസയിലുള്ള നിർജ്ജന വഴിയിലേക്ക് ഓടുന്നു. എത്യോപ്യ രാജ്ഞിയുടെ മന്ത്രിയായിരുന്ന ഷണ്ണനെ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ആത്മാവിനാൽ അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ആത്മനിറവിൽ വ്യാഖ്യാനിച്ച് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി സ്നാനജലത്തിലേക്ക് നയിക്കുന്ന അതേ അല്ലെങ്കിൽ ഫിലിപ്പോസ് സഭയിലെ ശുശ്രൂഷ അല്ലെങ്കിൽ പുറത്തെ പ്രസംഗത്തിലെ ശുശ്രൂഷ ഹി വാസ് ഏബിൾ ടു മെയിൻറ്റെയിൻ ഇൻ ഹിസ് ഹൗസ് ഓൾസോ. വീട്ടിലും അത് സൂക്ഷിക്കുവാൻ അവൻ കരുത്ത് കാട്ടി. ആത്മനിറവിൽ വീട്ടിലും കൊണ്ട് നടക്കണം. അല്ലല്ലേ? അങ്ങനെ പൗലോസും കൂടെയുള്ള ശിഷ്യന്മാരും ഒക്കെ വീട്ടിൽ ചെന്നപ്പോൾ വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. സ്തോത്രം. ഏതായാലും പാസ്റ്റർ വന്നല്ലേ, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. വിസിറ്റിംഗ് പാസ്റ്റർ വരുമ്പോഴാണ് ചിലപ്പോൾ കുടുംബ പ്രാർത്ഥന. സ്തോത്രം. കാരണം എന്നെ അമേരിക്കയിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം അല്ലെങ്കിൽ ആൾക്കാരെന്തോ പാസ്റ്റർ ഓർക്കും, ഞങ്ങളുടെ വീട്ടിൽ ആരും ഒന്നും ഓർക്കത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കണ്ടോളൂ. നിങ്ങൾ ഇത്രത്തോളം നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരു പാസ്റ്ററുടെ സ്പെഷ്യൽ പ്രെയർ കൊണ്ടല്ല സഹോദര നീ അനുഗ്രഹിക്കപ്പെട്ടത്. ആരും അറിയാതെ അകത്ത മുറിയിൽ നീ നിലവിളിച്ച കണ്ണുനീരിൻ്റെ കണക്കൊക്കെ സ്വർഗത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. സംഗീതക്കാരൻ പറയുന്ന പോലെ ഹല്ലേലൂയ, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. ഹല്ലേലൂയ, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലുണ്ടല്ലോ, അത് നിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. എല്ലാവരും മറന്നുപോയാലും ദൈവദാസ നീ കരഞ്ഞത് മുഴുവൻ ദൈവസന്നിധിയിലുണ്ട്.
മാറത്ത് നല്ല കൈ വെച്ചുകൊണ്ട് ഈ പട്ടണത്തിൽ നെടുകയും കുറുകയും കരഞ്ഞ നിലവിളി മുഴുവൻ ഊഷര മണ്ണിലെ ഭൂമിയിൽ അലിഞ്ഞുപോയോ എന്ന് നീ ചിന്തിച്ചെങ്കിലും ഇല്ല, ഈ മണലാരണത്തിന് വിഴുങ്ങുവാൻ പറ്റിയതല്ല നിന്റെ കണ്ണുനീർ. അത് ദൈവത്തിൻ്റെ സ്വത്തായിരുന്നു. അത് തമ്പുരാൻ സ്വീകരിച്ചു. അതിന് മറുപടിയായി നിനക്ക് തന്ന നന്മകളാണ് എല്ലാ ആത്മീയ നന്മകളും, എല്ലാ ഭൗതിക നന്മകളും, എല്ലാ ശാരീരിക വിടുതലുകളും എന്നോർത്ത് ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ ആണ്ട്രാ ചടപട 4 പ്രവചന ദൂതുകൾ. ഇവിടെ വായിച്ച വാക്യം വായിച്ചിനി. അവനെ കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ 4 പുത്രിമാർ വീട്ടിൽ പ്രവചിക്കുന്നവർ. സ്തോത്രം, ഹല്ലേലൂയ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രവാചകന്മാരെ തേടി പോകുന്നതിൻ്റെ കാരണം വീട്ടിൽ ആരില്ലാത്തോണ്ടാ? പ്രവാചകന്മാരില്ല. സഭയ്ക്കകത്ത് പ്രവാചകന്മാർ വേണം. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേക നിങ്ങൾ കൂടി വരുമ്പോൾ എന്തോ ഉണ്ട്, വഴക്കുണ്ട്, അടിയുണ്ട്, തല്ലുണ്ടെന്നാണ് പറഞ്ഞത്. അത് ഇന്നത്തെ സഭയോട്. അന്നത്തെ സഭ എന്താണ്? ഒരുവന് സങ്കീർത്തനമുണ്ട്, ഒരുവന് അന്യഭാഷയുണ്ട്, ഒരുവന് വ്യാഖ്യാനമുണ്ട്, ഒരുവന് സ്തോത്രമുണ്ട്, ഒക്കെ ഉണ്ട്. ഇന്നോ ഞാൻ ബാക്കി പറയുന്നില്ല, നിങ്ങൾക്കറിയാം എന്തൊക്കെ ഉള്ളത്. കൂടി വരുമ്പോൾ ഇതൊക്കെയാണ് ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടേണ്ടത്. വീട്ടിനകത്ത് പ്രവചിക്കുന്ന 4 പുത്രിമാർ. എനിക്ക് ആവേശം തോന്നി, എൻ്റെ സ്വപ്നമായി മാറുന്നു. ദൈവസഭയ്ക്കകത്ത് കുഞ്ഞുങ്ങൾ പ്രവചിക്കട്ടെ. ഹല്ലേലൂയ. ഹവ് യു എവർ ഡ്രംഡ് ലൈക്ക് ദാറ്റ്? അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. നല്ലതാണ്. എഞ്ചിനീയേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ്, ഹല്ലേലൂയ. ഞാനും പ്രൊഫഷണൽ എഞ്ചിനീയറാണ്. അല്ലെങ്കിൽ ജോലി രാജിവെച്ചിട്ടാണ് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയത്. അതിനെക്കാട്ടി മെച്ചമായ ഇതാണെന്ന് എനിക്കറിയാം. കാരണം ലോകത്തിൽ ഇന്ന് വരെ കിട്ടാത്ത ഏറ്റവും വലിയ അഭിമാനവും ഏറ്റവും വലിയ ആവേശവും കർത്താവിനെ കുറിച്ച് പറയുന്നതാണ്. ഹല്ലേലൂയ. ധനമല്ല വിഷയമല്ലല്ലോ ഈ അഭിമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏത് വിദ്യാഭ്യാസം ഒക്കെ ആയിക്കൊള്ളട്ടെ, പക്ഷെ അതിനപ്പുറത്ത് യു ഷുഡ് ഹാവ് എ ഡ്രീം അബൌട്ട് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചൊരു സ്വപ്നം ഉണ്ടായിരിക്കണം. എൻ്റെ കുഞ്ഞ് ആത്മാവിൽ നിറയുന്നവനായിരിക്കണം. 6 ഭാഷ പറഞ്ഞ നല്ലതാ, ഹല്ലേലൂയ. 6 ഡിഗ്രി എടുത്താൽ നല്ലതാ. അതിനപ്പുറത്ത് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സകല മാതാപിതാക്കളെയും ഞാൻ ആത്മാവിൽ പ്രചോദിപ്പിക്കുന്നു, ഉത്തേജിപ്പിക്കുന്നു. നിങ്ങളൊരു സ്വപ്നം കാണൂ. എൻ്റെ മകൻ പ്രവചിക്കട്ടെ, എൻ്റെ മകൾ പ്രവചിക്കട്ടെ, എൻ്റെ മകൻ പ്രസംഗിക്കട്ടെ, എൻ്റെ മകൾ പാടട്ടെ, അവൾ പ്രാർത്ഥിക്കട്ടെ. ഞാൻ കൈയടിച്ചതിലും കൂടുതൽ അവൾ കൈയടിക്കണം. ഞാൻ ആരാധിച്ചതിലും കൂടുതൽ അവൻ ആരാധിക്കണം. ഞാൻ സ്തോത്രം പറഞ്ഞതിനേക്കാൾ കൂടുതൽ അവർ ആരാധിക്കണം. കാലപ്പഴക്കം കൊണ്ട് കാലഹരണപ്പെട്ടു പോകാത്ത ഒരു ആത്മീയ ജീവിതം അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ സ്വപ്നം കാണുന്നു. ദൂരാബാല ഹത്തരാധകന 10 വർഷം കഴിയുമ്പോൾ, 5 വർഷം കഴിയുമ്പോൾ, എൻ്റെ കാലശേഷം, നിങ്ങളുടെ കാലശേഷം ദൈവസഭ അന്യം നിന്ന് പോകാതിരിക്കേണ്ടതിന് ഇന്നേ കരഞ്ഞു തുടങ്ങൂ. ആത്മാവിൻ്റെ ചലനം ഞങ്ങളുടെ തലമുറയിലേക്ക് വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ഐ എം എക്സൈറ്റഡ് ബൈ സീയിങ് ഓൾ ദീസ് ലിറ്റിൽ വൺസ് സിറ്റിംഗ് ബിഫോർ മീ. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. 10 വർഷം കഴിയുമ്പോൾ, കർത്താവിൻ്റെ വരെ താമസിച്ചാൽ 15 വർഷം കഴിയുമ്പോൾ ഇവിടെ നിന്ന് പാടുവാൻ, ഇവിടെ നിന്ന് പ്രസംഗിക്കുവാൻ, ദേശം മുഴുവൻ ഓടി നടക്കുവാൻ, പ്രവചിക്കുവാൻ ഇന്നത്തെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ തമ്പുരാൻ കരങ്ങളിൽ എടുക്കട്ടെ എന്ന് കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരെ, നിങ്ങൾ പ്രാർത്ഥിക്ക്. നിങ്ങളുടെ സഭയ്ക്കകത്ത് പ്രവാചകന്മാർ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ പക്വതയോടെ പ്രവചിക്കുന്ന, ദൂത് പറയുന്ന, വചനം പറയുന്ന, പാട്ടുപാടുന്ന, നിർത്താതെ അന്യഭാഷ പറയുന്ന അഭിഷിക്തന്മാർ വളർന്നു വരട്ടെ. അതാ ദൈവസഭയുടെ സ്വത്ത് എന്നൊക്കെ പറയുന്നേ. ഹല്ലേലൂയ. ദൈവസഭയുടെ സ്വത്തായി മാറണം. ഞാൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, സാറേ എന്താ ഈ കുഞ്ഞുങ്ങൾ 4 പേരും ഇങ്ങനെ പ്രവചിക്കുന്നത്? അതെ, ഞാൻ പണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. ആ പ്രാർത്ഥനയ്ക്ക് വെച്ച് ഒരു ദൂത് കേട്ടു. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ദൂത് അങ്ങ് 2 കൈ നീട്ടി അങ്ങ് ഏറ്റെടുത്തു. അതുപോലെ ഒരു ദൂതാ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ സംഭവം ഇതാണ്, ഹല്ലേലൂയ. യെരുശലേമിൽ ഒരു മാളിക മുറി ഉണ്ടായിരുന്നു. അവിടെ 120 പേര് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിലെ ചരിത്രമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യെരുശലേം ദേവാലയത്തിലെ കൊട്ടും കുരവിയും ആഘോഷവും യാഗവും ഒക്കെ നടക്കുമ്പോൾ അതിനേക്കാൾ ശല്യ ആത്മാവിന് പഥ്യമായി തോന്നുന്നത് ഒരു കൊച്ചുമുറിക്കകത്ത് ഇടുങ്ങി ഒരുക്കത്തോടെ ഒരു മനസ്സോടെ ഇരിക്കുന്ന ഭക്തന്മാരുടെ നടുവിൽ പെയ്തിറങ്ങാനാണ്. ആ മുഴക്കം, ആ അഗ്നിനാളം, അതിൻ്റെ ഭാഷ കേട്ടപ്പോൾ ദേവാലയത്തിൽ വന്ന 10,000 ഇങ്ങോട്ട് ഓടിക്കൂടുകയും അതിൽ ചിലർ ദൈവസഭയുടെ അംഗങ്ങളായി മാറുകയും ചെയ്തു. ആരും എങ്ങും തേടിപ്പോകേണ്ട. ദൈവസഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടാൽ ആൾ ഓടിക്കൂടും. ടേക്ക് അവേ എവരി സ്ട്രാറ്റജീസ് ഓഫ് ഹ്യൂമൻ ഇന്റലക്ച്വൽ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കുന്ന എല്ലാ പദ്ധതികളെയും മാറ്റി എഴുതിയിട്ട് ആത്മാവിൻ്റെ ശുശ്രൂഷ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടൂ. അല്ലെങ്കിൽ ആരും വിളിക്കാതെ ആലയത്തിൽ ആൾ ഓടിക്കൂടും. എത്ര പേരത് വിശ്വസിക്കുന്നു? യഹോവ ഇവിടെ ഉണ്ട് സത്യമെന്ന് പറഞ്ഞ് നിങ്ങളുടെ സഭ തേടി ആൾക്കാർ വരുന്ന കാലഘട്ടം തൊട്ട് മുമ്പിലുണ്ട്. പാസ്റ്റർമാരും വിശ്വാസികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് ദൈവസഭയ്ക്കകത്ത് തുടർമാനമായ പ്രാർത്ഥന, തുടർമാനമായ ഉപവാസം, വിശുദ്ധിയുടെ വേർപാടിൻ്റെ വചനങ്ങൾ, ആത്മീയ ആരാധനകൾ, മറ്റൊരു ബിസിനസ്സും വേണ്ട. അത് വെളിപ്പെടുത്തു. സാക്ഷ്യമുള്ളവരായി ജീവിക്കൂ. ദൈവസഭയ്ക്കകത്ത് ആളുകൂടുന്ന കാലഘട്ടം തൊട്ട് മുമ്പിലുണ്ട്. ഉണങ്ങി വരണ്ട മണ്ണിൽ,
ഹല്ലേലൂയ. ആത്മാവിൻ്റെ പുതുമഴ പെയ്യുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് വന്നു, എല്ലാവരുടെ മേലും പതിഞ്ഞു, എൻ്റെ മേലും ആത്മാവ് വന്നു. സ്തോത്രം. ഫിലിപ്പോസ് വാക്കൂട്ടത്തിലുണ്ടായിരുന്നു, അല്ലല്ലേ? ആത്മാവ് നിറഞ്ഞു, അന്യഭാഷയെ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ പെട്ടെന്ന് ഞങ്ങളുടെ കൊച്ചു നേതാവ് പത്രോസ് എഴുന്നേറ്റ് എന്നൊരു പ്രസംഗം പ്രസംഗിച്ചു. ഞങ്ങൾ ആ കൂട്ടത്തിൽ 11 പേരും കൂട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളുടെ ആ ചിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയാം. കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പത്രോസ് പ്രസംഗിച്ചു, ഇത് അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും ഞാൻ ആത്മാവിനെ പകരും. യോവേൽ പ്രവചനത്തിൽ നിന്ന് എടുത്തങ്ങോട്ട് പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു പദം പറഞ്ഞു, നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. ചാട്ടുളി പോലെ ആ മെസ്സേജ് എൻ്റെ ചങ്കിനകത്തോട്ട് കയറി. ഞാൻ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് അത് ഓടിയെത്തുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഫിലിപ്പോസ് 2 കൈയും പൊക്കി പറഞ്ഞു, ഇത് പറഞ്ഞത് സത്യമാണെങ്കിൽ എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളും പ്രവചിക്കണം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. ഹല്ലേലൂയ. എഴുതപ്പെട്ട വചനം, നിറയപ്പെട്ട വചനമാണ് നിങ്ങളുടെ മുമ്പിൽ ആത്മനിയുക്തനെ ഞാൻ വാരി പിറന്നതെങ്കിൽ അത് 2000 വർഷങ്ങൾക്കും അപ്പുറത്ത് മൽക്കോസിൻ്റെ മാളിക മുറിയിൽ മാത്രമല്ല, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സകല കുടുംബത്തിലുമുള്ളവർ കൈനീട്ടി ഏറ്റെടുത്താട്ട് ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഞങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഞങ്ങളുടെ ബാല്യക്കാർ ദാസിമാർ കൂടെ അത്ഭുതങ്ങൾ കാണും. എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയും, എൻ്റെ കുഞ്ഞ് പ്രവചിക്കും, എൻ്റെ കുഞ്ഞു പ്രവചിക്കും, എൻ്റെ മകൻ പ്രവചിക്കും, എൻ്റെ മകൾ പ്രവചിക്കും, എൻ്റെ കൊച്ചുമകൾ, എൻ്റെ കൊച്ചുമകൻ പ്രവചിക്കും, എൻ്റെ സഹോദരൻ. ഐ റിസീവ് ദാറ്റ് മിറക്കിൾ ഇൻ ജീസസ് നെയിം. എത്ര പേർ ഏറ്റു പറയും? ആത്മാവിൽ അന്യഭാഷയോടെ ഞങ്ങൾ ആ വചനം ഏറ്റെടുക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഏറ്റെടുക്കുന്നു, എൻ്റെ പുത്രന്മാർ പ്രവചിക്കും. ദൈവദാസന്മാരെ, സഭയിലുള്ള യൗവനക്കാരെ നോക്കി പ്രവചിച്ചാട്ട്, they are going to prophesy, they are going to proclaim the high praise of the Lord. അവർ പ്രവചിക്കും, അവർ പ്രസംഗിക്കും, അവർ പ്രവചിക്കും. ഞാൻ ആത്മാവിൽ നിറഞ്ഞതാണെങ്കിൽ എൻ്റെ കുഞ്ഞും ആത്മാവിൽ നിറയും. ഞാൻ വചനം ഏറ്റെടുത്തതാണെങ്കിൽ എൻ്റെ കുഞ്ഞും ആത്മാവിൻ്റെ വചനം ഏറ്റെടുക്കും. അവൻ്റെ അധരത്തിലും ദൂത്, അവൻ്റെ അധരത്തിലും അന്യഭാഷ, അവൻ്റെ അധരത്തിലും വെളിപ്പാട്, അവൻ്റെ അധരത്തിലും രോഗശാന്തി. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, ദൈവസഭ ആത്മാവിനാൽ ചലിക്കപ്പെടട്ടെ. നിന്റെ പുത്രന്മാർ പ്രവർത്തിക്കും. ഞാൻ പേര് ചൊല്ലി പറയുന്നു, വിരൽ ചൂണ്ടി പറയുന്നു. ഈ കസരയിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും തലയിൽ കൈവച്ച് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. സഹോദര, നിന്റെ മകൻ പ്രവചിക്കും. സഹോദരി, നിന്റെ മകൾ പ്രവചിക്കും. പിതാവേ, നിന്റെ മകൻ പ്രവചിക്കും. മാതാവേ, നിന്റെ കുഞ്ഞു പ്രവചിക്കും. ഹല്ലേലൂയ. അവർ ദർശനം കാണും, അവർ കരമടിക്കും, അവർ ആത്മാവിൽ ആരാധിക്കും, അവർ നൃത്തം ചെയ്യും, അവർ സ്തോത്രം ചെയ്യും, അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ രോഗികളെ സൗഖ്യമാക്കും. ഇന്ന് രാത്രി അന്യഭാഷയിൽ നിറഞ്ഞവർ, ആത്മനിയോഗമുള്ളവർക്ക് ഹല്ലേലൂയ ശക്തമായി ഈ ദൂത് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കാമല്ലോ. അൽമന വൈഡമനേദികനസ്തര വൈഷമനാദികനധരജാന എൻ്റെ പുത്രൻ പ്രവചിക്കും, എൻ്റെ പുത്രി പ്രവചിക്കും, എൻ്റെ കൊച്ചുമകൻ പ്രവചിക്കും. ഞാനത് വിശ്വാസ കണ്ണോടെ കാണുന്നു. ഞാൻ ആരാധിക്കുന്ന സഭയിൽ അവർ തുള്ളിച്ചാടുന്നത്, അവർ നൃത്തം ചെയ്യുന്നത്, അവർ അന്യഭാഷയിൽ സ്തുതിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ഞാൻ വിശ്വാസത്താൽ. ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില മനസ്സുകളെ തൊട്ടുണർത്തുന്നു. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്താകും? നിന്റെ കുഞ്ഞിൻ്റെ ഭാവി ഞാൻ പ്രവചിക്കുന്നു, അവൾ പ്രവചിക്കും. എൻ്റെ മകൻ്റെ ഭാവി എന്താ? ഞാൻ പ്രവചിക്കുന്നു, അവൻ പ്രവചിക്കും. അവൾ പാട്ടുപാടും, അവൻ സ്തോത്രം ചെയ്യും, അവൾ അത്ഭുത ശുശ്രൂഷ ചെയ്യും. ഹല്ലേലൂയ. ഭാവി ഇരുട്ടിലാക്കും. ഈ തലമുറ ഒന്നിനും കൊള്ളത്തില്ല, അവൻ്റെ ബുദ്ധി ഇനി ഇല്ല, അവൻ്റെ സ്വഭാവം ശരിയാകത്തില്ല എന്ന് എഴുതി വെച്ച പട്ടണത്തിൻ്റെ കൈയെഴുത്തുകളെ ഇന്ന് രാത്രി സ്വർഗത്തിൻ്റെ കൈ കൊണ്ട് മായ്ച്ചു കളഞ്ഞിട്ട് ഒരു പുത്തൻ ദൂത് ഇന്ന് രാത്രി ആത്മാവ് കൈമാറുന്നു. നിന്റെ കുഞ്ഞു പ്രവചിക്കും. അർമാരികൾ കടകന വൈഡ. സഭയുടെ നിലവാരം ദൈവം മാറ്റുകയാ. ആള് മാറിയവരെ പോലായിരിക്കും
ഈ ദിവസങ്ങളിലെ സഭായോഗങ്ങൾ അല്ല, ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഉത്സവത്തിൻ്റെ മേളങ്ങൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുന്നത് ഞാൻ ആത്മാവിൽ കണ്ട് സ്തോത്രം പറയുന്നു. ഒരു കാർമേഘം മാറിപ്പോകുന്ന പോലെ ചിലരുടെ മേൽ നിന്ന് ഒരു ഇരുട്ട് മാറിപ്പോകുന്നത് എനിക്ക് ആത്മാവിൽ കാണാം. നാളുകൾ പഴക്കമുള്ള, വർഷങ്ങൾ പഴക്കമുള്ള കട്ടിയുള്ള ചില ഇരുട്ടുകൾ ഇന്ന് രാത്രി വഴിമാറിയിട്ട് ഒരു സൂര്യശോഭ, അല്ലേ ലൂയ, പൊട്ടി പോലെ ഉയരുന്ന ഒരു ഉദയ സൂര്യന്റെ ശോഭ ചില കുടുംബങ്ങൾക്കകത്ത് ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുന്നു. സഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരുന്നു. ദൈവദാസന്മാർ അഗ്നി കഷ്ണങ്ങളായി മാറുന്നു. ഇന്ന് വരെ പ്രസംഗിക്കാത്ത പോലെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൂതുകൾ പുറത്തു വരുന്നു. ആത്മസ്വയാനന്ദം, ഉടരബല, തുടർമാനമായ സ്നാനങ്ങൾ ദൈവസഭയിൽ നടക്കട്ടെ. അല്ലേ ലൂയ. ഉടബലര കവന ഹഭിര വേദികൻ അക്ഷര വൈഡമനാദികലംഫര ഉടമന റിക്കബല ഹസ്തര ജാനകലംഫരെ വൈശാരകന. അഭീതി മാറട്ടെ. നടക്കത്തില്ലെന്ന് പറയുന്ന നിരാശയുടെ ആത്മാവെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. കഴിഞ്ഞുവെന്ന് പറയുന്ന പിശാചിന്റെ തേർവാഴ്ചകൾ ഇന്ന് രാത്രി ഭവിഷ്യാജെ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. റിസീവ് ദാറ്റ് മിറക്കിൾ ഇൻ ജീസസ് നെയിം. റിസീവ് ദാറ്റ് മിറക്കിൾ ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. വൈഷാമനാരികലം തര. ഹല്ലേലൂയ. ഉറാബസിഖി മരാ ബിബിരംബരേദനാദി ആംദലാരി ഗാരി ബലവിക്ഷരാദിയ ഉദാരബലം തെരേ ദഗൽകടഗന ദരമനസ്യാരഗന. ചിലരുടെ തലമേൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്നു. ചിലരുടെ തലമേൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്നു. ചില കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്നു. ഇന്ന് രാത്രി ശലോമോന്റെ ദേവാലയത്തിനകത്ത് ഇറങ്ങി വന്നതുപോലെ നിങ്ങൾ കാണാത്ത ഒരു തേജസ് നിങ്ങളുടെ മേൽ ആവരണം പോലെ ഇന്ന് രാത്രി മൂടപ്പെടുകയാണ്. വൈശുര്യാദലം തെരേ. Thank you, Jesus. Thank you, Jesus. ഞങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും, ഞങ്ങളുടെ പുത്രിമാർ പ്രവചിക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞാൻ ആത്മനിറവ് പ്രാപിച്ചവനാണെങ്കിൽ അതിൻ്റെ ഒരു പകർച്ച ഒഴുകുന്ന വെള്ളം പോലെ ഇന്ന് രാത്രി അടുത്ത തലമുറയിലേക്ക് ഒഴുകുന്നു. അടുത്ത തലമുറയിലേക്ക് ഒഴുകുന്നു. ആർക്കും തടയുവാൻ കഴിയാത്ത ആത്മപ്രവാഹം. ജീസസ്, ജീസസ്. ഹല്ലേലൂയ. സാബ ഖരാദിയം ധരേദന. ശമന റിബാല ബലം ധരേ. ഉദാരബലവ സംബരാദിയാരബല ഹാംദിയാരബല ഹർഖമനസ്യാര അമനോരകൽക്കടന ദുബാരി ബലം ധരേദി വേദാരബലക്ഷരാദിയാരബലക്ഷരേ. ജീസസ്. ഹല്ലേലൂയ. 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 ഒടിയട്ടെ എല്ലാ അന്യ കൊമ്പുകൾ,
തകരട്ടെ പിശാചിന്റെ കോട്ടകൾ, ഉണരട്ടെ ദൈവസഭ, ഉയരട്ടെ യേശുവിൻ്റെ നാമം. വിശ്വാസത്തോടെ വെട്ടുന്ന ഈ കുഴികളിൽ ഇന്ന് രാത്രി വെള്ളം നിറയട്ടെ. ഹല്ലേലൂയ. കാറ്റ് കാണുകയില്ല, കോള് കാണുകയില്ല, പക്ഷെ ഞങ്ങൾ വിശ്വാസത്തിൻ്റെ കരം കൊണ്ട് കുത്തുന്ന കുഴിയുടെ ആഴം അനുസരിച്ച്, ദൈവദാസ, നീ കുഴിക്കുന്ന കുഴിയുടെ ആഴം അനുസരിച്ച് അതിനകത്ത് വെള്ളം നിറയും. ഇന്ന് രാത്രി നീ കുഴിക്കുന്ന കുഴിയുടെ ആഴം അനുസരിച്ച് അതിനകത്ത് വെള്ളം നിറയും. നീ വെട്ടുന്ന കുഴിയുടെ ആഴം അറിഞ്ഞ് ഇന്ന് രാത്രി വെള്ളം നിറയും. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ആത്മശക്തി മടക്കി പിടിച്ചോ. നഷ്ടപ്പെട്ടു പോയ കൃപാവരം മടക്കി പിടിക്ക്. ഹല്ലേലൂയ. എന്തിനാ മനസ്സ്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളി ഞരങ്ങുന്നത് എന്തിനാ? യഹോവയിൽ പ്രത്യാശ വെക്ക്, ധൈര്യപ്പെട്ടിരിക്ക്, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. ഞാനുണ്ട് വേഗത്തിൽ 2 വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽപ്പാൻ തയ്യാറാക്കിക്കൊള്ള ഒരു വാക്യം കൂടെ വായിച്ചിട്ട്, നിങ്ങളുടെ പുത്രന്മാർ, അത് പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ നിന്ന് ഒന്നും കൂടെ ആഴമായി എന്നോട് പറയുന്നു ഈ സമൂഹത്തോട് പറയുവാൻ. ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മെസ്സേജ് ഐ വാണ്ട് ടു ഷെയർ വിത്ത് യു. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ജനറേഷന് ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. അവർ പ്രവചിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? ഒന്നും കൂടെ തെളിവ് പറഞ്ഞിട്ട് ഞാൻ പാട്ടുകാർ വന്ന് ഇവിടെ നിന്നോ, ഞാനൊരു പാട്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാ നിയോഗം വല്ല പാടിക്കൊള്ളാം. സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. യു ക്യാൻ കം, നിങ്ങൾക്ക് വരാം, മുന്നോട്ട് വരാം. സ്തോത്രം ഹല്ലേലൂയ. ദൈവദാസന്മാർ പ്രാർത്ഥിക്കാൻ തയ്യാറായി നിന്നോ. ജനം മുന്നോട്ട് വന്ന് ഇന്ന് രാത്രി തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ അടുത്ത് 2 പേര് കൈ ഒന്ന് ചേർത്ത് പിടിച്ചു. ഈ പ്രസംഗിക്കുമ്പോൾ തന്നെ 2 പേര് വീതം പേരപ്പ് ഹല്ലേലൂയ ഇന്ന് കൈ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു അസാധാരണ ദൈവശക്തി UAE-യുടെ അല്ലെങ്കിൽ റീജിയൻ മുഴുവൻ ദൈവാത്മാവിൻ്റെ വ്യാപാരം ഉണ്ടാകണം. നിങ്ങളെങ്ങും നോക്കണ്ട. ആ വാക്യം വായിച്ചോടൊന്ന് വായിച്ചാട്ടെ. 1 ദിനവൃത്താന്തം 25-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1 ദിനവൃത്താന്തം ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 25:1. ദാവീദും സേനാധിപതിമാരും. ശ്രദ്ധിക്കണം, കനിപ്പെട്ടിട്ടുള്ള സ്ക്രീൻ ആ വാക്യം ഇടാൻ പറ്റുമോ? 1 ദിനവൃത്താന്തം 25-ന്റെ 1-ാം വാക്യം. ദാവീദും സേനാധിപതിമാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട്. നിൽക്കണം, ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ദാവീദും തന്റെ സേനാധിപന്മാരും കൂടെ സഭയിലെ കൊയർ ഗ്രൂപ്പിനെ നിയമിച്ചെന്ന്. ഹല്ലേലൂയ. ഐ ആം പ്രൗഡ് അബൌട്ട് ദിസ് വണ്ടർഫുൾ കൊയർ. ഓൾമോസ്റ്റ് 35-37 ഐ കൻ സീ. ഹല്ലേലൂയ. താങ്ക് യു ബ്രദർ. ഹല്ലേലൂയ. ലീഡിങ് ദം. ഹല്ലേലൂയ. ആ സംഗീതക്കാരെയൊക്കെ അങ്ങോട്ട് നിയമിച്ചു. സഭയിലെ അടുത്ത പാട്ട് ശുശ്രൂഷയുടെ കാര്യം പറയാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോണം. പാട്ട് പാടാൻ അറിയാവുന്നതുകൊണ്ടല്ല പാട്ട് പാടേണ്ടത്, കൃപയുള്ളതുകൊണ്ടാണ് പാട്ട് പാടാൻ. ട്യൂൺ അറിയാവുന്നതുകൊണ്ട് പാട്ട് പാടുന്നതല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തിയാണ്. എല്ലാ കുഞ്ഞുങ്ങളും, എവറി ചിൽഡ്രൻ ലിസൺ ടു ദാറ്റ്. Can you understand what I am saying? Look at the screen. There is in English also. You can see that, you know. Look at that. Those who can read that, look at that. നോക്കിയാട്ടെ. ഹല്ലേലൂയ. ദാവീദും തൻ്റെ സേവനാധിപന്മാരും കിന്നരം, നമ്മുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം, ഗിത്താറ്, വീണ, കീബോർഡ്, കൈത്താളം, ഇനി കൈയടിക്കുന്ന ഒരു ഡ്രം സെറ്റ് എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫിൻ്റെയും ഹേമാൻ്റെയും യദൂദാൻ്റെയും പുത്രന്മാരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. വർഷിപ്പ് ടീം പ്രവചിക്കണമെന്ന്. അല്ല, ഗിത്താർ കൈ വെച്ചുകൊണ്ട് ട്യൂണും കളിക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം നല്ല ഡീസൻ്റായിട്ട് അവർ നിൽക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. ഇത് കളിക്കളമല്ലെന്ന്, ഇത് പ്രവചിക്കുന്ന സ്ഥലമാണ്. ദൈവസഭ ഗിറ്റാർ വായിക്കുന്നവൻ പ്രവചിക്കണം, കിന്നരം വായിക്കുന്നവൻ പ്രവചിക്കണം, ഡ്രമ്മ് കൊട്ടുന്നവൻ പ്രവചിക്കണം, കൈയടിക്കുന്നവൻ പ്രവചിക്കണം. ഇത് ഈ കൺവെൻഷൻ്റെ റിസൾട്ടായിട്ട് ഏറ്റെടുക്കാൻ എത്ര പേര് തയ്യാറാണ്? കല്ലുമല ചർച്ചക്കോട് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഒരു കൺവെൻഷൻ നടത്തി ഈ സമൂഹം ഞാനും യാത്ര ചെയ്ത് വന്നു, നിങ്ങളുടെ ഒരു ഭാഗമായി മാറി. ഈ ദൂത് എല്ലാ സഭകൾക്കും കൈമാറുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സഭയ്ക്കകത്ത് ഇത് നടക്കണം. ദിസ് ഈസ് ദ എൻഡ് ടൈം റിസൾട്ട് വാട്ട് ഗോഡ് വാണ്ട്സ്.